إلا الله وأشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك عليه. ഇൻഷാ അല്ലാഹ് സക്കാത്തുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാണ്ട് നാളെ നമുക്കത് പറയാം. സക്കാത്ത് പിന്നെ മറ്റൊരു വിഷയത്തോടൊപ്പം കൂട്ടി കലർത്തണ്ട എന്ന് കരുതി ഇത് സ്വന്തമായി നമുക്ക് ചർച്ച ചെയ്യാം. സക്കാത്ത്, ഫിത്ർ സക്കാത്ത് ചർച്ച ചെയ്യാനുണ്ട്, ധനത്തിന്റെ സക്കാത്ത് ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് ആദ്യം നമുക്ക് ധനത്തിന്റെ സക്കാത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാം, എന്നിട്ട് ഫിത്റിലേക്ക് പോകാം. സമയം കിട്ടുമെങ്കിൽ അവസാനം സംശയ നിവാരണത്തിനും ടൈം കണ്ടെത്താം. ആദ്യം ഒന്ന് അവതരിപ്പിക്കാം. സക്കാത്ത് നിർബന്ധമാകുന്നത് ആർക്കാണ്? മുസ്ലിമായ സ്വതന്ത്രനായ ആളുകൾക്കാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്. അടിമക്ക് ഒരു സ്വത്തുണ്ടെങ്കിൽ, അടിമനെ കാര്യം നമ്മൾ പറയേണ്ട, അടിമ അല്ലല്ലോ. മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് വലിയ കച്ചവടം ഉണ്ടായി. ഒരു അമുസ്ലിമായ ആൾക്ക് അയാൾ ഒരു കച്ചവടം തുടങ്ങി. അയാൾ 10 മാസം കഴിഞ്ഞതിന് ശേഷം അയാൾ മുസ്ലിം ആകുകയാണ്. എന്നാൽ പിന്നെ അയാൾ സക്കാത്ത് കൊടുക്കണമല്ലോ. മുസ്ലിം ആയാൽ, ആ മുസ്ലിം ആയാൽ പിന്നെ അയാൾ സക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോഴാണ്? കച്ചവടം തുടങ്ങിയ അത് മുതൽ ഒരു കൊല്ലം പൂർത്തിയാവുമ്പോ അല്ല, മുസ്ലിം ആയത് മുതൽ ഒരു കൊല്ലം പൂർത്തിയാവുമ്പോഴാണ് ആളെ സക്കാത്ത് കൊടുക്കുന്നത്. കാരണം മുസ്ലിം ആകുന്ന സമയത്താണ് സക്കാത്ത് നിർബന്ധം. പിന്നെ മുഅയ്യനായ ആൾക്കാണ് സക്കാത്ത്. മുഅയ്യനായ എന്ന് പറഞ്ഞാൽ നിർണിതമായ ആള്. നമ്മുടെ നാട്ടിലെ ഫക്കീർമാർക്ക് വേണ്ടി ഒരാള് ഒരു വലിയ സമ്പത്ത് നിയ്യത്താക്കി. അപ്പോ ആ സമ്പത്ത് നിയ്യത്താക്കിയാൽ അതിന്റെ മേല് സക്കാത്ത് നിർബന്ധമല്ല. കാരണം അത് ഒരു പ്രത്യേകം ഒരാളുടല്ല. അതുപോലെ പള്ളി കമ്മിറ്റിയിൽ 10 ലക്ഷം രൂപ ഉണ്ട് ബാങ്കിൽ, അതിന് സക്കാത്ത് കൊടുക്കണ്ട. കാരണം അതൊരു മുഅയ്യനായ ഒരു വ്യക്തിയുടേതല്ല. നമ്മുടെ സംഘടനയുടെ ICF ഇപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘടന അതിന് കുറച്ച് പൈസ ഉണ്ട്, അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. കാരണം ഒരു മുഅയ്യനായ നിർണിതമായ വ്യക്തിയുടേതല്ലാത്തത്. അതുപോലെ വഖഫ് സ്വത്തിന് വേണ്ട. സക്കാത്ത് 2 സൈസാണ്. ഒന്ന് സക്കാത്തു മാല്, മറ്റൊന്ന് സക്കാത്തു ബദൻ. സക്കാത്തു മാല് എന്ന് പറഞ്ഞാൽ സ്വത്തിന്റെ സക്കാത്താണ്. സക്കാത്തു ബദൻ എന്ന് പറഞ്ഞാൽ ബോഡിയുടെ, ശരീരത്തിന്റെ സക്കാത്താണ്. അതാണ് ഫിത്ർ സക്കാത്ത്. ആദ്യം നമുക്ക് സക്കാത്തു മാല് പറയാം. സക്കാത്തു മാല്, സ്വത്തിന്റെ സക്കാത്ത് നിർബന്ധമാകുന്നത് എന്തെല്ലാം കാര്യങ്ങളിലാണ്? സ്വത്തിന്റെ സക്കാത്ത് നിർബന്ധമാകുന്നത് ഒന്ന് സ്വർണം, മറ്റൊന്ന് വെള്ളി, മറ്റൊന്ന് മുഖ്യ ആഹാരമായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ, പിന്നെ കാരക്ക, മുന്തിരി, ഒട്ടകം, പശു, ആട്. ഇതിപ്പോ നമ്മൾ സക്കാത്തിന്റെ കാര്യം നോക്കേണ്ടപ്പോ ഇതിലാ നമ്മളിപ്പം പൂത്ത് മുഖ്യാഹാരം കാർഷിക മേഖല അത്ര സജീവല്ല. നമുക്ക് വെറുതെ ചർച്ച ചെയ്യേണ്ടിയില്ല. പിന്നെ കാരക്ക നോമ്പൊറുക്കാൻ അടുത്ത് 2 കിട്ടുക എന്നല്ലാതെ സക്കാത്ത് കൊടുക്കാൻ മാത്രമുള്ള കാരക്ക നമുക്കില്ല. മുന്തിരിയില്ല. പിന്നെ ഒട്ടകത്തിന്റെ പാലെടുത്തിട്ട് കുടിക്കാൻ കിട്ടിയെങ്കിലായി, അതുമില്ല. പശുവില്ല, ആടും. പിന്നെ അപ്പൊ നമുക്ക് സ്വർണം വെള്ളി മാത്രമേ ചർച്ച ചെയ്യാം ഈ വിഷയം. മൈക്ക് ഓഫ് ആയി. അതെ. അപ്പൊ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തിയാലേ എനിക്ക് മനസ്സിലാവും. ഞാൻ നിങ്ങളെ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് ഈ സൂം തന്നെ പഠിച്ചത്. അപ്പോ സ്വർണം വെള്ളി ഇതിന്റെ സക്കാത്തിനെ കുറിച്ച് നമ്മൾ ഇവിടെ പറയേണ്ടതുണ്ട്. 20 മിസ്കാൽ പൊന്ന്, 10.5 പവൻ പൊന്ന് ഒരാളുടെ കൈവശം
ഒരു കൊല്ലം പൂർത്തിയായി ഉണ്ടായാൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. 1/10, 4. അതുപോലെ 595 ഗ്രാം വെള്ളി ഒരാളുടെ കൈവശം ഉണ്ടായാൽ അതിന് കൊടുക്കും. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോ മകൾക്ക് കൊടുക്കാൻ വേണ്ടി 2 സ്വർണ്ണക്കട്ടി വാങ്ങിയിരുന്നു. അത് 2 കൂടി നോക്കുമ്പോ ഒരു 11 പവനുണ്ട്. അത് മകൾക്ക് കൊടുത്തു അല്ലെങ്കിൽ കൊടുത്തില്ല. കൊടുക്കാതെ വാങ്ങിയ അന്ന് മുതൽക്ക് ഒരു കൊല്ലം പൂർത്തിയാവുമ്പോ അതിന്റെ 2% സക്കാത്ത്. മകൾക്ക് കൊടുത്താലോ ആ മകളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയത് മുതൽ ഒരു കൊല്ലം പൂർത്തിയാവുമ്പോ അതിന് സക്കാത്ത്. കാരണം ഇത് ആഭരണമല്ല, ആഭരണത്തിന് സക്കാത്തില്ല. അതേ സമയത്ത് ഈ സാധനത്തിന് സക്കാത്തില്ല. ഇനി മകൾക്ക് കൊടുക്കാൻ വേണ്ടി 2 ചെയിന്, നമ്മളെ കല്യാണത്തിന് കൊടുക്കാൻ വേണ്ടി 2 ചെയിന് നമ്മൾ വാങ്ങി. ആ ചെയിനുമായിട്ട് നമ്മൾ നാട്ടിലെത്തി കല്യാണത്തിന്റെ വിഷയങ്ങളൊക്കെ ഇങ്ങനെ വന്ന് പോയി അങ്ങനെ കൊല്ലം പൂർത്തിയായി. ആ കൊല്ലം പൂർത്തിയായതിനു ശേഷമാണ് കല്യാണത്തിന് നടക്കുന്നത്. അതുവരെ നമ്മൾ മോൾക്ക് ആ ആഭരണം കൊടുത്തില്ല, നമ്മൾ ഇങ്ങനെ മേശയിൽ വെച്ച് നിന്ന ആ ആഭരണത്തിന് സക്കാത്ത് നിർബന്ധമാണ്. കാരണം ആ ആഭരണം നമ്മുടേതാണ്, മകൾക്ക് കൊടുത്തിട്ടില്ല. പുരുഷന് ആഭരണം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോ സ്വർണം 10 പവനുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. 595 ഗ്രാം വെള്ളി ഉണ്ടെങ്കിൽ അതിനും സക്കാത്ത് കൊടുക്കണം. പിന്നെ ഈ സക്കാത്ത് സംബന്ധമായി പറയുമ്പോ പറഞ്ഞു ആഭരണങ്ങൾക്ക് സക്കാത്തില്ല. ആഭരണങ്ങൾക്ക് സക്കാത്തില്ല എന്ന് പറഞ്ഞാൽ ആഭരണം ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ആഭരണത്തിന് സക്കാത്തില്ല. പുരുഷൻ ആഭരണം ഉണ്ടായാൽ, പുരുഷന്റെ ഉടമസ്ഥതയിൽ ആഭരണം ഉണ്ടായാൽ അതിന് സക്കാത്ത് കൊടുക്കണം. ഭാര്യക്കോ മകൾക്കോ മറ്റൊക്കെ നമ്മൾ തൽക്കാലം ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തതാണ്, സാധനങ്ങൾക്ക് വിട്ടു കൊടുത്തിട്ടില്ല. നമുക്ക് ചുരുക്കത്തിന് വിൽക്കാന്ന് വിചാരിച്ച് അവർക്ക് തൽക്കാലം ഉപയോഗിക്കാൻ കൊടുത്താണെങ്കിൽ സക്കാത്ത് ഉണ്ടാവും. അതേ സമയത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഭരണത്തിന് സക്കാത്തില്ല. ഇവിടെ വ്യാപകമായ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. എത്ര ആഭരണം ഉണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കണം. ഇപ്പൊ ഈ റമദാൻ ആയതിനു ശേഷം ഒരുപാട് ആള് വിളിച്ചു വെച്ചിട്ടുണ്ട്, ഭാര്യന്റെ സ്വർണം ലോക്കലിലാണ്, ഉപയോഗിക്കുന്നില്ല, അപ്പൊ സക്കാത്ത് കൊടുക്കണമല്ലോ. അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് ഉണ്ടാക്കിയ ആഭരണമാണ്. അത് ഇപ്പൊ ഉപയോഗിച്ചാലും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഉപയോഗത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ സക്കാത്ത്. പിന്നെ ആഭരണത്തിന് സക്കാത്തില്ല എന്ന് പറയുമ്പോ അമിതമായി ആഭരണം ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത്. ഈ അമിതം എന്ന് പറഞ്ഞാൽ 20 പവന്, 30 പവന്, 50 പവന്, 60 പവനൊന്നും അമിതമല്ല എന്നാണ്. ഈ അമിതം മിതം എന്നതിന് കിതാബിൽ ഒരു കണക്ക് പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞ കണക്ക് എന്താന്ന് വെച്ചാല് സാധാരണ ഉറുഫ് കണക്കാക്കുന്ന, സാധാരണയിൽ അമിതം എന്ന് പറയാൻ പറ്റുന്ന സക്കാത്ത് ആഭരണം ഒരാൾ കൈവശം ഉണ്ടായാൽ അതിന് സക്കാത്ത് കൊടുക്കണം. മിതമായ ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണ്ട. ഇതൊക്കെ ഇനി ആവശ്യം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിച്ചാൽ മതി. ആവശ്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ കച്ചവട സ്വത്തിന്റെ സക്കാത്ത് എങ്ങനെയാണ്? കച്ചവട സ്വത്തിന്റെ സക്കാത്ത് പറയുന്നതിന് മുമ്പ് സ്വർണം വെള്ളി എന്ന് പറയുന്ന ആ നാണയങ്ങളുടെ മൂല്യത്തിനുള്ള കറൻസിക്ക് സക്കാത്ത് കൊടുക്കണം. അങ്ങനെ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് ഏത് മൂല്യമാണ് കൂട്ട, സ്വർണ്ണാണോ വെള്ളിയാണോ? സാധുക്കളെ സംബന്ധിച്ചിടത്തോളം ഏതിനാണോ കൂടുതൽ ഉപകാരം അവിടെ അതാണ് കൂട്ടുക എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. 595 ഗ്രാം വെള്ളിക്ക് ഇപ്പോ ഏറി വന്നാൽ 25,000 രൂപ ഉണ്ടാവും. 25,000 രൂപ ഈ കഴിഞ്ഞ ആഴ്ച കണക്ക് കൂട്ടിയത് പ്രകാരം 23,800 രൂപയാണ്. അപ്പം ഒരു സുമാർ പറഞ്ഞാൽ 24,000 അല്ലെ 25,000 രൂപ ഉണ്ടാവും 595 ഗ്രാം വെള്ളി. അത് അവിടുത്തെ റിയാലാണെങ്കിൽ എത്ര ഉണ്ടാവും? ഒരു 1,100 ഒക്കെ അല്ലേ ഉണ്ടാവും? 1,800 റിയാലൊക്കെ അല്ലേ ഉണ്ടാവും? ഏകദേശം 1,250 1,250 കുറഞ്ഞു പോകണ്ട, അല്ല കൂടി പോയി എടുക്കാൻ ഇല്ലാതായി പോണ്ട. 1,200 പറയാൻ അങ്ങോട്ട് പിടിക്കലാണല്ലോ അല്ലേ?
അപ്പൊ 1200 റിയാല് ഒരാളുടെ കൈവശം ഒരു വർഷം പൂർത്തിയായി ഉണ്ടായാൽ അതിന്റെ 2.5% കൊടുക്കണം. 500 റിയാൽ ഒരാൾ കൈവശം ഉണ്ടെങ്കിൽ അതിന്റെ 2.5% കൊടുക്കണ്ട. 1200 റിയാല് അഥവാ 595 ഗ്രാം വെള്ളിയുടെ വില ഒരാളുടെ കൈവശം ഒരു കൊല്ലം പൂർത്തിയായി ഉണ്ടായാൽ അതിന് സക്കാത്ത്. അതാണ് പണത്തിന്റെ സക്കാത്ത്. അത് വെള്ളിന്റെ മൂല്യമാണ് കൂട്ടേണ്ടത്. കാരണം വെള്ളിന്റെ മൂല്യമാണ് കുറവ്. സ്വർണം എന്ന് പറഞ്ഞാൽ 10 പവൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് സുഖാന്ത ഒരുപാട് വരും, 3-4 ലക്ഷം ഉറുപ്പ്യ വരും. അപ്പോ സ്വർണത്തിന്റെ അതല്ല കൂട്ടേണ്ടത്, വെള്ളിയുടേതാണ് കൂട്ടേണ്ടത്. ഇതേ കണക്കാണ് കച്ചവട സ്വത്തിലേക്ക് എത്തിക്കേണ്ടത്. മാലുത്തിജാറത്ത് ഇതാ ബലഗൻ നിസാബ ഫി ആഖിറിൽ കൊല്ലാവസാനം ഒരു കച്ചവട സ്വത്തിന്റെ നിസാബ് അഥവാ ഒരു സാധനത്തിന് ഒരാൾ കച്ചവടം തുടങ്ങിയിട്ട് ഒരു കൊല്ലം പൂർത്തിയാകുമ്പോ 23,000 രൂപ അഥവാ 1200 റിയാല് 1200 റിയാലിന്റെ സാധനം സ്റ്റോക്ക് ആയിട്ടുണ്ടെങ്കിൽ എന്നാൽ അയാൾ എന്ത് ചെയ്യണം? 1/4 സക്കാത്ത് കൊടുക്കണം. കച്ചവടം തുടങ്ങിയത് ഒരു 500 റിയാലിനാണ് കച്ചവടം തുടങ്ങിയത്. പക്ഷെ കൊല്ലം പൂർത്തിയാകുമ്പോൾ കണക്കെടുത്തപ്പോ സ്റ്റോക്ക് എടുക്കാന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം കൂടി വിൽക്കാൻ ഉദ്ദേശിച്ച വില, ഇപ്പൊ വാങ്ങിക്കൊണ്ടുവന്നവരല്ല, വിൽക്കാൻ ഉദ്ദേശിച്ച വില കണക്ക് കൂട്ടി നോക്കുമ്പോ ഇവിടെ ഒരു 1500 റിയാലിന്റെ സാധനം ഉണ്ട്, എന്നാൽ സക്കാത്ത് കൊടുക്കണം. വിൽക്കാൻ ഉദ്ദേശിച്ച സാധനങ്ങളുടെ വിലയാണ് കണക്കുന്നത്. ഒരു ഫർണിച്ചറുകാരൻ ആ ഫർണിച്ചർ കടയിൽ കുറെ കസാരകളുണ്ട്, ഒരു 10 കസാര ഉള്ളത് വരുന്ന ആൾക്ക് ഇരിക്കാൻ ആൾ കച്ചവടത്തിന് വേണ്ടി ഉദ്ദേശിച്ചതല്ല. അതുപോലെ ആ ബിൽഡിങ്ങിലേക്ക് ആവശ്യമായ ഫർണിച്ചർ ഇത് വിൽക്കാൻ ഉദ്ദേശിച്ചതല്ല. അതൊന്നും ഇങ്ങനെ സ്റ്റോക്ക് എടുക്കുമ്പോൾ അതിന്റെ വില കണക്കൂട്ടേണ്ടതില്ല. വില കണക്കൂട്ടേണ്ടത് എന്തിന്റെയാണ്? വിൽക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ്. ഒരു അരിക്കച്ചവടക്കാരൻ 11 മാസമായപ്പം ഒരു 4 ചാക്കാരി അയാൾ എന്ത് കരുതി? മോളെ കല്യാണം കൊടുക്കാം എന്ന് കരുതിയിട്ട് മനസ്സിൽ കരുതി അങ്ങോട്ട് മനസ്സുകൊണ്ട് അങ്ങ് മാറ്റി വെച്ചു. സാധനം അവിടെ തന്നെ ഉണ്ട്. എന്നാലും ഒരു കൊല്ലം പൂർത്തിയാകുമ്പോ ഈ 4 ചാക്കരിയുടെ കണക്ക് ഇയാൾ കൂട്ടേണ്ടിയില്ല. അപ്പം കച്ചവടം തുടങ്ങിയിട്ട് ഒരു കൊല്ലം പൂർത്തിയാകുമ്പോ അതിന്റെ കണക്ക് നോക്കി, അങ്ങനെ കണക്ക് നോക്കിയിട്ട് അതിന്റെ പിന്നെ ഒരു 23,595 ഗ്രാം വെള്ളിയുടെ വിലക്ക് സാധനം ഉണ്ടെങ്കിൽ അയാള് കച്ചവടം സക്കാത്ത് കൊടുക്കണം. ഈ കച്ചവടം തുടങ്ങി ഇടക്കുണ്ടായ ലാഭവും മറ്റു കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കൂട്ടുകയും ചെയ്യും. പിന്നെ ഇതാണ് കച്ചവട സ്വത്തിന്റെ. ഇനി ഇവിടെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, സ്ത്രീധനത്തിന് സക്കാത്തുണ്ടോ? സ്ത്രീധനത്തിന് സക്കാത്തുണ്ടോ എന്ന് ചോദിച്ചാല്, സ്ത്രീധനം എന്ന് പറയുന്നത് പെണ്ണിന്റെ ധനാണ്. പെണ്ണിന്റെ ബാപ്പ പെണ്ണിന് കൊടുക്കുന്ന ഒരു ഹദിയയാണ്. അത് ഭർത്താവിന്റെ കയ്യിൽ ആ കൊടുക്കാന്ന് മാത്രം. ഈ പെണ്ണ് ഇവന്റെ അടുക്കലുള്ളിടത്തോളം കാലം ഈ പൈസ കൊണ്ട് ഉപയോഗിക്കും. തലാക്കില്ലാലോ, തിരിച്ചു ചോദിക്കും. അപ്പൊ മനസ്സിലായി ഇവന് ഫ്രീ ആയിട്ട് കൊടുത്തതല്ല, പെണ്ണിന്റെ പേരിൽ കൊടുത്തതാണ്. അപ്പൊ അങ്ങനെ അത് കൊടുത്തതായത് കൊണ്ട് തന്നെ പെണ്ണിന് കിട്ടാനുള്ള ഒരു കടമാണ് സ്ത്രീധനം. കിട്ടാനുള്ള കടത്തിന് സക്കാത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൊടുത്താൽ മതി. പെണ്ണ് വിചാരിക്കുന്നത് ഈ കടം തിരിച്ചു കിട്ടരുതേ എന്നാണ്. അതുകൊണ്ട് തന്നെ അതിന് പെണ്ണ് കൊടുക്കേണ്ടതില്ല. പിന്നെ അത് പെണ്ണിനുള്ള ഒരു കടാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മരിച്ചാൽ നമ്മുടെ സ്വത്ത് പോലും ചെയ്യുമ്പോൾ നമ്മുടെ കടക്ക് ആദ്യം കിട്ടണമല്ലോ. അതിന് ഈ പെണ്ണിനുള്ള പൈസ ആദ്യം തിരിച്ചു കൊടുത്തിട്ട് വേണം ബാക്കിയുള്ളത് മാത്രമാണ് ഓര് ചെയ്യേണ്ടത്. പിന്നെ ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? സക്കാത്തിന്റെ അവകാശികൾക്ക് സക്കാത്ത് കൊടുക്കണം. ആ അവകാശികൾ ഒന്ന് ഫക്കീർ, നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ എന്നില്ല അറിയാത്തുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഫക്കീർ, പിന്നെ മിസ്കീൻ. പരമദരിദ്രനാണ് ഫക്കീർ. ഒരാൾക്ക് 100 രൂപയുടെ ചെലവേ ഉള്ളൂ, അയാൾക്കൊരു 99 ഒക്കുന്നുണ്ട്, 100 ഒക്കുന്നില്ല എന്നേ ഉള്ളൂ, അയാൾ മിസ്കീനാണ്. പിന്നെ സക്കാത്തിന്റെ പിരിവുകാരനാണ്, നമ്മുടെ നാട്ടിലില്ല. പിന്നെ മുഅല്ലഫത്ത് ഖുലൂബ്, പുതിയ മുസ്ലിം ഉണ്ട്. പിന്നെ മോചനപത്രം എഴുതപ്പെട്ട ആള്, കടക്കാരൻ, അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആള്, യാത്രക്കാരൻ. ഇങ്ങനെ 8 വിഭാഗം ആളുകൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതിൽ ഫക്കീർ, മിസ്കീന്, അതുപോലെ പുതു മുസ്ലിം, കടക്കാരന്, യാത്രക്കാരൻ, ഈ 5 വിഭാഗം ആളുകളാണ് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാകുന്നത്.
5 വിഭാഗം ആളുകൾ ഉണ്ടാവും. 5 വിഭാഗം ആളുകൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതിൽ തന്നെ ഒരാൾ ജോലിയുള്ള ആളാണ്, അയാൾക്കൊരു 500 റുപ്യന്റെ ആവശ്യമുണ്ട് ഒരു ദിവസത്തേക്ക്. ആ 500 റുപ്യക്ക് അയാൾക്ക് ജോലി ഉണ്ടെങ്കിൽ അയാൾ ഫക്കീറും അല്ല മിസ്കീനും അല്ല. ജോലിയുള്ള കാരണത്താൽ അയാൾ ഒരു നല്ല സ്ഥിരം ജോലിയാണെങ്കിൽ ആ ജോലിയുള്ള കാരണത്താൽ അയാൾ ഫക്കീറും അല്ല മിസ്കീൻ. താൽക്കാലിക ജോലിയാണ്, എന്നാൽ അയാൾ ഫക്കീർ മിസ്കീൻ എന്നുള്ളതെന്ന് ഒഴിവാകും. അതേ സമയത്ത് മറ്റേയാൾക്ക് നല്ലൊരു ജോലി ഉണ്ട്, ആ ശമ്പളം കൊണ്ട് അയാളെ ചെലവ് ഒത്തുപോകുമെങ്കിൽ അയാൾക്ക് സക്കാത്ത് കൊടുത്താൽ വീടൂല. അതുപോലെ ഒരു വയസ്സായ ആള്, അയാൾക്ക് മക്കളുണ്ട്, മക്കള് നോക്കാൻ പ്രാപ്തിയുള്ള മക്കളുമാണ്. അതുകൊണ്ട് വാപ്പ ഉമ്മ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സക്കാത്ത് കൊടുത്താൽ വിടില്ല. പ്രായമുള്ള ഒരാള്, അയാൾക്ക് മക്കളുണ്ടെങ്കിൽ, ഒരാണോ പെണ്ണോ അയാൾക്ക് മക്കളുണ്ടെങ്കിൽ മക്കള് ഇയാൾക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പൊ അവർക്ക് സക്കാത്ത് കൊടുത്താൽ വിടും. അതുപോലെ ഒരു പെണ്ണിന് ഭർത്താവുണ്ട്, പെണ്ണിന് ഭർത്താവുണ്ടെങ്കിൽ ആ പെണ്ണിന് സക്കാത്ത് കൊടുത്താൽ വിടില്ല. നാട്ടില് സക്കാത്ത് പെണ്ണുങ്ങൾ കൊടുക്കുമ്പോ അവരോട് പ്രത്യേകിച്ച് പറയണം, ഭർത്താവ് ഗൾഫിലാണ്, ഗൾഫിലുള്ള ഭർത്താവാണെങ്കിൽ പെണ്ണ് നാട്ടിലുമാണ്, നാട്ടിലാണ് സക്കാത്ത് കൊടുക്കുന്നത്. അപ്പൊ ആ പെണ്ണിന് സക്കാത്ത് കൊടുത്താൽ കൂടുതല. കാരണം എന്താണ്? ആ പെണ്ണ് ഭർത്താവ് ചെലവിനൊടുക്കൽ കൊണ്ട് ഫക്കീറും അല്ല മിസ്കീനും അല്ലാതായിരുന്നു. പിന്നെ അപ്പൊ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്തിട്ടാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇതെന്റെ സക്കാത്താണ് എന്ന് മനസ്സ് കരുതിയിട്ട് കൊടുക്കണം. നമ്മള് ഒരാളിപ്പോ നമുക്കൊരു 100 റിയാല് തരാണ്, നമ്മക്കാണെങ്കിൽ ഒരു 500 റിയാല് സക്കാത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ 100 റിയാൽ കുറെ ദിവസം അവരോട് ചോദിക്കും, ഒന്നും തരുന്നില്ല. എന്നാ പിന്നെ ആ 100 റിയാൽ സക്കാത്തായിട്ട് നീ എടുത്തോ എന്ന് മനസ്സ് എന്ന് പറഞ്ഞാൽ ആ സക്കാത്ത് കൂടുവോ? അത് വീടൂല. കാരണം ഇവൻ 100 റിയാൽ നേരത്തെ കൊടുത്തിട്ടുണ്ട്, കൊടുക്കുന്ന സമയത്ത് സക്കാത്താണെന്ന് കരുതിയില്ല, അത് വായ്പാണെന്നാണ് കരുതി. കൊടുത്തതിന് ശേഷം പിന്നെ അത് സക്കാത്താണെന്ന് കരുതിയിട്ട് കാര്യം. അപ്പൊ സക്കാത്ത് കൊടുക്കുന്ന സമയത്തോ സക്കാത്തിന്റെ പൈസ നീക്കി വെക്കുമ്പോഴോ ഒക്കെ സക്കാത്തിനെ കരുതണം. അല്ലാതെ ശേഷം കരുതിയാൽ അത് സക്കാത്തായി മാറുകയില്ല. പിന്നെ സക്കാത്ത് സംബന്ധമായ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഒരു പൊതുവായിട്ട് പറഞ്ഞതാണ്. ഇനി സംശയം വരുമ്പോ നമുക്ക് ചോദിക്കാം, ഇനി ഫിത്ർ സക്കാത്ത് അവതരിപ്പിച്ചിട്ട് സംശയം തീർക്കലാണോ നല്ലത്, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഈ വിഷയത്തിന്റെ സംശയം പറയലാണോ നല്ലത്? ഫിത്ർ സക്കാത്ത് കൂടെ പറഞ്ഞോട്ടെ. ഫിത്ർ സക്കാത്ത് കൂടെ പറയാം, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവുമ്പോ അതിനെ കുറിച്ച് സംസാരിക്കാം. ഫിത്ർ സക്കാത്ത് എന്നാൽ മാലുൽ സക്കാത്തുൽ ബദൻ, ശരീരത്തിന്റെ സക്കാത്താണ് ഫിത്ർ സക്കാത്ത്. ശരീരത്തിന്റെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വേണ്ടി കൊടുക്കേണ്ട സക്കാത്ത് എന്നാണ് ഫുഖഹാ അതിനെ കുറിച്ച് പറഞ്ഞത്. ഈ സക്കാത്ത് നമ്മൾ കൊടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് 8 വിഭാഗം ആളുകൾക്ക് തന്നെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. 8 വിഭാഗം ആളുകൾക്കാണ് ഫിത്ർ സക്കാത്തും കൊടുക്കേണ്ടത്. ഈ 8 വിഭാഗത്തിൽ നമ്മുടെ നാട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് നേരത്തെ തന്നെ നമ്മൾ കണക്ക് കൂട്ടി റെഡിയാക്കി ഫിത്ർ സക്കാത്ത് അവർക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സക്കാത്തിന്റെ സമയം ഏതാണ്, എപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഈ നോമ്പ് നിസ്കാരത്തിന്റെ സഹബിന്റെ സുജൂദ് പോലെയാണ് ഫിത്ർ സക്കാത്ത്, റമദാന്റെ ഫിത്ർ സക്കാത്ത്. റമദാന്റെ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാനുള്ള ഒരു കാര്യമാണ് ഫിത്ർ സക്കാത്ത്. അതുപോലെ ഇവന്റെ ആരാധനകൾ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നതാണ്. ഫിത്ർ സക്കാത്ത് വരുമ്പോഴാണ് അത് ആകാശത്തേക്ക് വരിക. അപ്പൊ നമ്മുടെ ആരാധന സ്വീകരിക്കപ്പെടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഫിത്ർ സക്കാത്ത്. അത് നമ്മൾ ഒപ്പിച്ച് ചെയ്യരുത്. അത് അതിൻ്റെതായ കൃത്യമായി തന്നെ ചെയ്യാൻ സാധിച്ചാൽ അത് വളരെ നല്ലതാണ്. ഫിത്ർ സക്കാത്തിന് അധികം ചെലവൊന്നുമില്ലല്ലോ. ആ ഫിത്ർ സക്കാത്ത് മസല അസഹായ പ്രകാരം ഏറ്റവും പ്രബലമായ അഭിപ്രായ പ്രകാരമുള്ള രൂപത്തിൽ തന്നെ ചെയ്യാം.
അതങ്ങനെ പോരെ അങ്ങനെ പോരെ എന്ന് ചോദിച്ച് അതിന്റെ ചെറിയ ചെറിയ കൗലുകൾ പിടിക്കുന്നതിന് പകരം അത് അസഹായ രൂപത്തിൽ തന്നെ ചെയ്യും. കാരണം നമ്മള് ഇതുവരെ 30 ദിവസം അല്ലെ 29 ദിവസം നമ്മൾ നോമ്പെടുത്ത് നിസ്കരിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് അത് പൂർണ്ണമായ രൂപത്തിൽ സ്വീകരിക്കപ്പെടാൻ ഇത് കാരണമാകുമെങ്കിൽ അവിടെ നമ്മൾ പിശുക്ക് കാണിക്കരുത്, അവിടെ നമ്മൾ പിന്നെ അവിടെ കൗല് പിടിക്കാൻ പോകരുത്. അത് ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? പെരുന്നാൾ രാവിലെ, പെരുന്നാൾ രാവ്, പെരുന്നാൾ പകൽ. ഇപ്പം ശനിയാഴ്ച പെരുന്നാളാണെങ്കിൽ വെള്ളിയാഴ്ച അസ്തമിച്ച രാത്രി, അതുപോലെ ശനിയാഴ്ച പകൽ. ഈ രണ്ട് സമയത്തുള്ള ഈ രാവും പകലും ആവശ്യമാകുന്ന ഭക്ഷണം, താമസം എന്ന് പറഞ്ഞാൽ റൂമിന്റെ വാടക, അന്ന് ഉടുക്കാൻ ആവശ്യമായ വസ്ത്രം, അതുപോലെ അവന്റെ കടം, മൊത്തം അവന്റെ കടം, ഇവയെ തൊട്ട് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അവരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അന്ന് പെരുന്നാൾ രാവും പെരുന്നാൾ പകലും തിന്നാൻ ആവശ്യമായ ഭക്ഷണത്തിനുള്ള സാധനമൊക്കെ വാങ്ങിക്കൂട്ടി വെച്ചു. അപ്പൊ ഭക്ഷണം റെഡി, റൂമിന് ആ മാസത്തെ വാടക കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ വാടക താമസവും റെഡി. പിന്നുള്ളത് വസ്ത്രമാണ്. വസ്ത്രം നേരത്തെ കുറെ വസ്ത്രം ഉണ്ട്. പിന്നെ പെരുന്നാളിന് പുതിയതൊന്നും വാങ്ങണമെന്നില്ല, അത്യാവശ്യമൊന്നും ഇല്ല. അപ്പൊ വസ്ത്രവനുണ്ട്. പിന്നെ അവന് 10 ലക്ഷം രൂപ നാട്ടിൽ കടം. അങ്ങനെ കടണ്ടൊക്കെ പിന്നെ സക്കാത്ത് കൊടുക്കണ്ട, കടണ്ടൊക്കെ സക്കാത്ത് കൊടുക്കണ്ടെന്നല്ല, കടം ഉണ്ടാവുകയും വീട്ടാൻ പകല്ലാതെയും ചെയ്ത 10 ലക്ഷം രൂപ കാറ് വാങ്ങിയ വകയില് നാട്ടിൽ കൊടുക്കണം. കാറ് വിറ്റാ കടവും കൂടും, പിന്നെ സക്കാത്ത് കൊടുക്കണം. വീടുണ്ടാക്കിയ വകയില് അയാൾക്ക് ഒരു 10 ലക്ഷം റുപ്യ ഉണ്ട്, പക്ഷെ വേറൊരു സ്ഥലം അയാൾക്കുണ്ട്, ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം വിറ്റാൽ ഈ വീട് ഉണ്ടാക്കിയ കടം വിടാൻ അയാൾക്ക് കഴിയും, സക്കാത്ത് കൊടുക്കണം. അപ്പൊ അതേ സമയത്ത് കടം വീടിയാൽ പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് എത്തുന്നതെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കണ്ട. അപ്പൊ ഭക്ഷണം, താമസം, വസ്ത്രം, കടം, ഇത് കഴിച്ച് വല്ലതും മിച്ചം ഉണ്ടാവുമെങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കണം. ഇത് പറയുമ്പോ സക്കാത്ത് എല്ലാവർക്കും, ഏകദേശം എല്ലാവർക്കും സക്കാത്ത് കൊടുക്കാൻ നിർബന്ധം തന്നെയാണ്. അങ്ങനെ സക്കാത്ത് നിർബന്ധാകുന്ന സമയത്ത് സക്കാത്ത് അവർക്ക് വാങ്ങാനും പറ്റും. ചിലപ്പോ ഫക്കീറായ ആൾക്ക് തന്നെ സക്കാത്ത് നിർബന്ധാവും. ഫക്കീർ അന്നത്തെ ചെലവും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് കുറെ പൈസ അവിടെ നിന്ന് കൊണ്ട് കിട്ടിയിട്ട് അയാൾക്ക് ജീവിതം മുഴുവൻ ജീവിക്കാൻ ആവശ്യമായ പൈസ ഒന്നും അയാളുടെ കയ്യിലില്ല, ഒരു സമ്പാദ്യം ഒന്നും പറയാനൊന്നുമില്ല. പക്ഷെ അന്നത്തെ ചില കാര്യങ്ങൾക്ക് ആവശ്യമായതൊക്കെ അയാൾക്കുണ്ട് എങ്കിൽ അയാൾ ഫക്കീറാണ്, അല്ലെങ്കിൽ മിസ്കീനാണ്. അതോടൊപ്പം തന്നെ അയാൾക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പം ഈ സക്കാത്ത് കൊടുക്കൽ നിർബന്ധം ആരോടാണെന്ന് ചോദിച്ചിട്ട് ചോദ്യം ഇവിടെ അയച്ചത്. ഒരാൾക്ക് പിന്നെ ഫിത്ർ സക്കാത്ത് നിർബന്ധമായ ഒരാള് ഫിത്ർ സക്കാത്ത് ഒരാൾക്ക് കൊടുക്കുകയാണ്. നമ്മളിപ്പോ ഒരാൾക്ക് സക്കാത്ത് കൊടുക്കും, അയാൾക്ക് അത് കിട്ടിയ സാധനം അയാൾക്ക് വേറെ ആൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുത്തൂടെ? കൊടുക്കാം. നമ്മളൊരാൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കുകയാണ്, നമ്മളൊരാൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുത്താൽ കൊടുക്കുന്നതോടുകൂടി അയാളുടെ സ്വത്ത് നമുക്ക് ഫിത്ർ സക്കാത്ത് വാങ്ങാൻ അറിയാറുണ്ടെങ്കിൽ അയാൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വാങ്ങാം, അതിന് കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ ഫിത്ർ സക്കാത്ത് ഏകദേശം എല്ലാവർക്കും കൊടുക്കൽ നിർബന്ധമാകുന്ന ഒരവസ്ഥയിലാണുള്ളത്. ഈ ഫിത്ർ സക്കാത്ത് എപ്പോഴാണ് നിർബന്ധാകുന്നത്? പെരുന്നാളിന്റെ അസ്തമയത്തോടു കൂടിയാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധാകുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ പെരുന്നാളാണെങ്കിൽ നാളത്തെ മഗ്‌രിബോട് കൂടി ഫിത്ർ സക്കാത്ത്, നാളത്തെ മഗ്‌രിബോട് കൂടി നിർബന്ധാകും. പക്ഷെ നാളെ രാത്രി മാസം കാണാൻ സാധ്യത ഉണ്ട്. മാസം കണ്ട വിവരമൊക്കെ നമ്മൾ അറിയുന്നത് രാത്രി 8 മണിക്കാണ്. അപ്പൊ 8 മണിക്കാണ് നമുക്ക് നിർബന്ധമായി നമ്മൾ അറിയുന്നത്. 8 മണിയോടുകൂടി ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്കാത്ത് കൊടുക്കൽ അതിന്റെ സമയവുമായി ബന്ധപ്പെട്ട് 4 സമയമുണ്ട്. അനുവദനീയമായ സമയമുണ്ട്, സുന്നത്തായ സമയമുണ്ട്, കറാഹത്തായ സമയമുണ്ട്, ഹറാമായ സമയം. അനുവദനീയമായ സമയം എന്ന് പറഞ്ഞാൽ റമദാൻ 1 മുതൽ 30 വരെ അനുവദനീയമായ സമയം. പെരുന്നാൾ രാവിലെ മഗ്‌രിബോട് കൂടി പെരുന്നാൾ നിസ്കാരത്തിന് കൈകെട്ടുന്നത് വരെ, ഇമാമോട് കൂടി നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമ് കൈകെട്ടുന്നത് വരെ, സ്വന്തം നിസ്കരിക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് കൈകെട്ടുന്നത് വരെ അയാളെ സംബന്ധിച്ചിടത്തോളം സുന്നത്തായ ടൈമാണ്. പെരുന്നാൾ നിസ്കാരത്തിന് കൈകെട്ടതോടുകൂടി
പിന്നെ അന്നത്തെ വൈകുന്നേരം വരെ കറാഹത്തായ ടൈം. ആ വൈകുന്നേരം കഴിഞ്ഞ് സൂര്യൻ അസ്തമിച്ചിട്ട് പിന്നുള്ളത് ഹറാമായ ടൈം. മക്കയിലൊക്കെ ഇപ്പോ കേട്ടിട്ടുണ്ട് പെരുന്നാൾ രാവ് മുതൽക്ക് തന്നെ ലോക്ക്ഡൌൺ കർശനമായി വരുന്നുണ്ട്. ഉണ്ടോ? അങ്ങനെ വരികയാണെങ്കിൽ സുന്നത്തായ സമയത്തേക്ക് നിങ്ങൾ കാത്തു നിൽക്കേണ്ട, അനുവദനീയമായ സമയം എന്ന നിലയ്ക്ക് ഇന്ന് തന്നെ സക്കാത്ത് കൊടുക്കാം. കാരണം നാളെയും മറ്റന്നാളും, നാളെ രാത്രി ലോക്ക്ഡൌൺ ആണെങ്കിൽ നാളെ രാത്രി പിന്നെ പുറത്തിറങ്ങി കൊടുക്കാൻ കഴിയൂല, മറ്റന്നാൾ പകലും കഴിയൂല, പിന്നെയും കഴിയൂല, പിന്നെ അങ്ങനെ 2-3 ദിവസങ്ങൾ പോവുകയാണെങ്കിൽ ആറാവിന്റെ ടൈമിലേക്ക് പോകും. അപ്പൊ അതെന്ത് ചെയ്യാ, അനുവദനീയമായ ടൈമാണല്ലോ നാളെയും പകലൊക്കെ, ആ സമയത്ത് തന്നെ സക്കാത്ത് അനുവദനീയമായ സമയത്ത് കൊടുക്കാം. എന്താണ് കൊടുക്കേണ്ടത്? നാട്ടിലെ മുഖ്യാഹാരമാണ് കൊടുക്കേണ്ടത്. അരിയോ ഗോതമ്പോ ഒക്കെ ആണല്ലോ നമ്മൾ മുഖ്യാഹാരമായിട്ട് ഉപയോഗിക്കുന്നത്, അത് കൊടുക്കണം. ഇത് കൊടുക്കുമ്പോ ധാന്യമായിട്ട് തന്നെ കൊടുക്കണം. പൊടി പേക്ക് ഇഷ്ടം പോലെ കടയിൽ നിന്ന് കിട്ടുന്ന ആളുകൾക്ക് അതാണ് ഏറ്റവും ലാഭം, നല്ല എന്ന് നോക്കിയിട്ട് അതിന്റെ പൊടി വാങ്ങി കൊടുത്താൽ പോരാ, അത് ധാന്യമായി തന്നെ കൊടുക്കണം. പൈസ കൊടുത്താൽ പോരാന്നാണ് നമ്മുടെ മതത്തിലെ പ്രബല അഭിപ്രായം. പോരാന്ന് നമ്മൾ പറഞ്ഞില്ലേ, അത് അവിടെ ഒപ്പിച്ചിട്ടുള്ള പരിപാടി നിർത്തിയിട്ട് നമ്മളെ നോമ്പിന്റെയും നമ്മുടെ മറ്റ് ആരാധനകളുടെയും സ്വീകാര്യത പൂർത്തിയാകാനുള്ള ഒരു കർമ്മമാണ് അത്. അതിന്റെ രൂപത്തിൽ തന്നെ ചെയ്യാം. അതുകൊണ്ട് പൈസ കൊടുക്കുന്നതിന് പകരം, ചിലപ്പോൾ അധികം പൈസ ഉണ്ടാവും, പൈസ കൊടുക്കുന്നതിന് പകരം അരി തന്നെ. അപ്പോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഒരാളെ പൈസ കൊടുത്തിട്ട് ആള് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ മതി, അത് വക്കാലത്ത് എന്നുള്ളതിൽ കൊടുക്കും. പിന്നെ ഇപ്പൊ നമ്മളെ ഗൾഫിലൊക്കെ തന്നെ ഫിത്ർ സക്കാത്തിന്റെ അരിയല്ലേ, അതിൻ്റെതാ ഒരു കിറ്റ് ഇപ്പൊ കൊടുക്കും. അപ്പൊ അവിടെ മൊക്കത്തൊക്കെ ഉണ്ടാവില്ലേ കടകളിൽ, ഫിത്റിന്റെ ഒരു കിറ്റ് ഉണ്ട്. ആ കിറ്റ് വാങ്ങിയിട്ട് ഒരാൾക്കാട് കൊടുത്താൽ മതി. ഒരാൾക്ക് കൊടുക്കാന്നുള്ള ഇൻഷാല്ലാ ചർച്ചയിൽ നമുക്ക് പറയാം. ആ കിറ്റ് വാങ്ങിയിട്ട് കൊടുത്താൽ മതി. ആ കിറ്റ് വാങ്ങിയിട്ട് കൊടുത്തിട്ട് അയാള് ആ കിട്ടുന്ന ആളത് കൊണ്ടുപോയി പീടിയെ കൊണ്ടുപോയി വിൽക്കുകയാണെങ്കിലോ കുഴപ്പമില്ല. ഒരു സക്കാത്തായിട്ട് ഒരു സാധനം ഒരാൾക്ക് കിട്ടിയാൽ പിന്നെ അയാൾക്ക് വിൽക്കാം, അത് കഞ്ഞി വെച്ച് കുടിക്കാം, അത് സ്വന്തം ഉപയോഗിക്കാം, ഒരാൾക്ക് ദാനം ചെയ്യാം, അത് വിൽപ്പന നടത്താൻ എന്തും ചെയ്യും. അപ്പോ എത്രയാണ് കൊടുക്കേണ്ടത്? ഒരു സാ ആണ്. ഒരു സാ എന്ന് പറഞ്ഞാൽ 4 മുത്താണ്. നമ്മുടെ തൂക്കം പ്രകാരം 3,200 3 ലിറ്ററും 200 മില്ലി ലിറ്ററും. അതിന്റെ അളവ് തൂക്കം 2,800, 2,700, 2,500 എന്നൊക്കെ പറയുന്നുണ്ട്. തൂക്കത്തെ മാനദണ്ഡമാക്കി കൂടെ അളവിനെയാണ് മാനദണ്ഡമാക്കുന്നത്. അവകാശികൾ 5 അവകാശികളാണ് ഇതിനുള്ളത്. അല്ല 8 അവകാശികളുണ്ട്, 3 നമ്മുടെ നാട്ടിൽ ഇല്ലല്ലോ. അപ്പോ 5 അവകാശികളുണ്ടാവും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തിലൊന്ന് നോക്കുക. ചുറ്റുവട്ടത്തിൽ നോക്കുമ്പോൾ ഫക്കീറായ ആൾക്കാരാണ്. അയാൾക്ക് തീരെ 4 മാസമായി നാട്ടിൽ നോക്കുന്നുണ്ട്, 1 രൂപയാക്കി വരുമാനം. അയാൾ ഫക്കീർ തന്നെയാണല്ലോ, ഫക്കീറാണ്. മറ്റേ എനിക്ക് ശമ്പളം ഇടയ്ക്കിടയ്ക്ക് പണിയുണ്ട ആള് ഒപ്പിച്ചാണ് പോണല്ലോ, ഒപ്പം മിസ്കീൻ. മറ്റേയാള് പെരുങ്കടാണ്, 5 ലക്ഷം റിയാല് കടന്നു. കടക്കാരൻ അടണ്ടാവും. പൊതു മുസ്ലിം ചിലപ്പോൾ അവിടെ ഉണ്ടായിക്കോണമെന്നല്ല, പിന്നെ ഒഴിവാക്കിയ 3 ദിവസം. പിന്നെ യാത്രക്കാരെന്ന് പറഞ്ഞാല് തൽക്കാലം തായിഫ് നിന്ന് ഇവിടെ വന്നതാണ്, അല്ലെങ്കിൽ ജിദ്ദേന്ന് വന്ന പിന്നെ യാത്രക്കാരെന്ന് പറഞ്ഞാൽ മക്കത്താവുമ്പോ അത്ര വലിയ യാത്രക്കാരനല്ല, റിയാദിൽ നിന്ന് വന്നതാണ്. അയാളിപ്പോ കുടുങ്ങിക്കെടുക്കുകയാണ്, നാട്ടിൽ പോകാൻ മാറിയില്ല. അപ്പൊ യാത്രക്കാരനായിട്ടുണ്ടാവും. ആ യാത്രക്കാരൻ എന്ന് പറഞ്ഞ തസ്തികയില് വലിയ പണക്കാരനാണ് അയാൾ. അവിടെ നല്ല വലിയ ബിസിനസ് ഉണ്ട്, വലിയ സംവിധാനം ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ തൽക്കാലം നാട്ടിൽ വന്നപ്പോ അയാൾ ATM കാർഡ് എടുക്കാൻ മറന്നുപോയി. കാറിൽ ഡീസൽ അടിക്കാൻ പൈസ ഇല്ല, വലിയ കാറുമായിട്ടാവുന്നത്, ഡീസൽ അടിക്കാൻ പൈസ ഇല്ല, ATM കാർഡ് അയാൾ എടുത്തിട്ടില്ല. അപ്പൊ അയാള് തൽക്കാലം യാത്രക്കാരനാണ്. ആ യാത്രക്കാരൻ നാട്ടിലെത്തുന്നവരെയുള്ള ആവശ്യമായ പൈസ സക്കാത്തിൽ നിന്ന് വാങ്ങാന്നാണ് ഇസ്ലാം പറയുന്നത്. അപ്പം അവകാശികൾ ഇങ്ങനെ മാതാപിതാക്കൾ കൊടുത്തുകൂടാ. അതുപോലെ ആ കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ ശ്രദ്ധിക്കാം. എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? അല്ല, എവിടെ കൊടുക്കണം?
എവിടെ കൊടുക്കണം വെച്ചാൽ നമ്മൾ മഗ്‌രിബിന്റെ സമയത്ത് എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ കൊടുക്കണം എന്നാണ്. നമ്മള് മഗ്‌രിബിന്റെ സമയത്ത് ജിദ്ദയിൽ പോയതാണ്, പിന്നെ ജിദ്ദയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. എന്നാൽ നമ്മുടെ സക്കാത്ത് കൊടുക്കേണ്ടത് ജിദ്ദയിൽ തന്നെ, കഴിയെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കണം എന്നാണ്. നമ്മൾ ഗൾഫിലാണ്, ഗൾഫിൽ തന്നെ കൊടുക്കണം. നാട്ടില് പെണ്ണുങ്ങളെ വിളിച്ച് എന്റെ സക്കാത്ത് അവിടെ കൊടുത്തോന്ന് പറഞ്ഞാൽ പോരാ, ഇവിടെ തന്നെ കൊടുക്കണം. അതാണ് അസ്നായ രൂപം. പിന്നെ സക്കാത്ത് കൊടുക്കേണ്ട രീതി, നിയ്യത്ത് ചെയ്യണം. നിയ്യത്ത് ചെയ്യേണ്ടത് എപ്പോഴാണ്? ഒന്നുകിൽ അളന്ന് നീക്കി വെക്കുമ്പോ, അല്ലെങ്കിൽ അവകാശികൾക്ക് നേരിട്ട കയ്യിൽ അങ്ങോട്ട് കൊടുക്കുമ്പോ, അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടി വക്കീലിനെ ഏൽപ്പിക്കുമ്പോ, അല്ലെങ്കിൽ അളന്ന് വെച്ചത് ഇങ്ങനെ വിഹിതം വെച്ച് ഓരിയായി കവറിലെടുത്തിരുന്ന സമയത്ത്, ഇങ്ങനെ നാലാലൊരു സമയത്ത് നിയ്യത്ത് വേണം. എന്നിട്ട് അവകാശികളിലേക്ക് അങ്ങോട്ട് കൊടുക്കണം. കൊടുക്കുന്നത് സ്വന്തമായിട്ട് കൊടുക്കാം. ഇമാമ് പിന്നെ സംവിധാനം ഇപ്പൊ ഇല്ലാത്തത് കൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അല്ലെങ്കിൽ വക്കീല് മുഖേന കൊടുക്കും. ഈ കൊടുക്കുന്ന സമയത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ആരുടെ സക്കാത്താണോ ആ സക്കാത്ത് അവൻ തന്നെ കൊടുക്കും. അവന്റെ സക്കാത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവന്റെ സമ്മതം നമുക്ക് കിട്ടും. ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ മൂത്ത മോന് 25 വയസ്സായി. ഈ 25 വയസ്സായ മോന്റെ സക്കാത്ത് ആരാ കൊടുക്കേണ്ടി? ആ മോൻ തന്നെ കൊടുക്കണം, ആ മകൻ തന്നെ കൊടുക്കണം. പക്ഷെ വാപ്പാണ് ചെലവ് കൊടുക്കല്, എല്ലാ കാര്യവും ചെയ്യല് വാപ്പാണ്. അപ്പൊ വാപ്പക്ക് സക്കാത്ത് കൊടുത്താൽ പോലെ, വാപ്പ സക്കാത്ത് കൊടുത്താൽ പോലെങ്കിൽ മകൻ വാപ്പനെ വക്കാത്ത. വാപ്പ ഈ മൂത്ത മകൻ ഒരു ഭാര്യയുണ്ട്, ഇവളുടെ ചെലവും ഇവൻ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ ഇവളുടെ സക്കാത്ത് വാപ്പ കൊടുത്താൽ ശരിയാകണമെങ്കിൽ ഇവൻ എന്ത് ചെയ്യണം? വാപ്പനെ വക്കാത്ത. നമ്മുടെ സ്ത്രീകളൊക്കെ, നിങ്ങളൊക്കെ ഭാര്യമാര് നാട്ടിലാണ്, അവിടെയാണ് അരി അവർ വാരി കൊടുക്കുന്നത്. അവര് അവിടെ അരി വാരി കൊടുത്താൽ ശരിയാകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പെണ്ണുങ്ങളെ വിളിച്ചിട്ട് വക്കാലത്താക്കണം. നിന്റെയും മക്കളുടെയും സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ നിന്നെ വക്കാലത്താക്കി എന്ന് പറയും. ആ കൂട്ടത്തിൽ 18, 19, 20 ഒക്കെ വയസ്സുള്ള മുതിർന്ന മക്കൾ ഉണ്ടെങ്കിൽ ആ മക്കളോട് പറയണം, നിങ്ങളെ സക്കാത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഉമ്മനെ വക്കാലത്താക്കിയിട്ട് ഉമ്മ കൊടുത്തോട്ടെ എന്ന് പറയണം. അല്ലാണ്ട് ഓരോ സക്കാത്ത് നിങ്ങൾ വക്കാലത്താക്കിയിട്ടും കാര്യമില്ല. കാരണം മുതിർന്ന മക്കൾ അവരുടെ സക്കാത്ത് അവരാണ് കൊടുക്കേണ്ടത്. അവർക്ക് പകരം വേറൊരാൾ കൊടുത്താൽ അത് ശരിയാകണമെങ്കിൽ അവർ എന്ത് ചെയ്യണം? വക്കാലത്താക്കണം. അപ്പൊ അത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് തന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയണം. പിന്നെ ഗൾഫുകാർ എവിടാണ് കൊടുക്കേണ്ടത്? നാട്ടിൽ കൊടുക്കണം, നാട്ടിൽ കൊടുത്താൽ പോരെ, നാട്ടിൽ കൊടുത്താൽ പോരെ എന്നുള്ള ചോദ്യം എല്ലാ കൊല്ലവും ഉണ്ടാകേണ്ട ഏറ്റവും നല്ലത്. ഇപ്പൊ നാട്ടിൽ നിന്ന് പൈസ ആരോ പറഞ്ഞിട്ടുണ്ട്, നാട്ടിൽ നിന്ന് പൈസ ഇപ്പൊ ഗൾഫിൽ അങ്ങോട്ട് റിലീഫിന് അങ്ങോട്ട് വെല്ലുവിളിയിട്ടുണ്ട്. അപ്പോ അവിടെ ഇഷ്ടംപോലെ ഇത് വാങ്ങാനുള്ള അവകാശികളായ ആളുകൾ ഇഷ്ടംപോലെ അവിടെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു കാലത്ത് അങ്ങനല്ലേ? അപ്പോ അങ്ങനെ അവകാശികൾ നാട്ടിലുള്ള കാലത്ത്, അല്ല അവിടെ തന്നെ അവകാശികൾ ഉണ്ടാവുമ്പോ അവിടുന്ന് പിന്നെ നാട്ടിലേക്ക് കൊടുത്തയക്കാതെ പറഞ്ഞയക്കാതെ അവിടെ തന്നെ കൊടുക്കലാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇവിടെ ഒരു കാര്യം പിന്നെ പറയാം. നമ്മുടെ മദ്ഹബിൽ തന്നെ അപ്രബലമായ, പ്രബലം അല്ലാത്തൊരഭിപ്രായം സക്കാത്തിന്റെ വിഷയത്തില്. ആ അഭിപ്രായം സ്വീകരിച്ചു വരലുണ്ട്. എന്താന്ന് ചോദിച്ചാല് നാട് മാറിക്കൊടുക്കാം എന്നൊരു അഭിപ്രായം നമ്മുടെ മദ്ഹബിൽ തന്നെ ഉണ്ട്. ഇങ്ങനെ കുടുങ്ങുന്ന സമയത്ത് ഏറ്റവും, ഞാൻ വീണ്ടും പറയുന്നത്, ഏറ്റവും നല്ലത് നിങ്ങൾ നാട്ടിൽ അവിടുത്തെ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ കൊടുക്കലാണ്. അവിടെ കൊടുക്കാൻ സംവിധാനമില്ല, നമ്മൾ കുടുങ്ങിപ്പോയി. ഇന്നിപ്പോ ഒന്ന് പകലോ നാളെ രാത്രിയോ നാളെ പകലായിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല. പിന്നെ ലോക്ക്ഡൌൺ ആയി സാധനം വാങ്ങാനും കഴിയുന്നില്ല, കൊടുക്കാനും പുറത്തിറങ്ങി കൊടുക്കാനും കഴിയാത്ത ഒരവസ്ഥയിലാണെങ്കിൽ അത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ മദ്ഹബില് പ്രബല അല്ലെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടല്ലോ, ആ അഭിപ്രായ പ്രകാരമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് വിളിച്ചിട്ട് ഏൽപ്പിക്കും. അവിടെ തന്നെ ഒരാളെ ഏൽപ്പിക്കാൻ സംവിധാനം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അവിടെ അതൊന്നും കഴിയാതെ കുടുങ്ങിപ്പോയ അവസ്ഥയിലാണെങ്കിൽ ഈ അഭിപ്രായ പ്രകാരം. പിന്നെ സക്കാത്ത് കൊടുക്കേണ്ട സമയത്ത് പറഞ്ഞൊരു രീതി ഉണ്ട്. 5 വിഭാഗമാണ് ഉള്ളതെങ്കിൽ 5 വിഭാഗത്തിൽപ്പെട്ട ഓരോ വിഭാഗത്തിലെയും 3 വീതം ആളുകളെ നോക്കിയിട്ട് 15 ആളെ കണ്ടെത്തിയിട്ട് 15 ആൾക്ക് കൊടുക്കണം. ഇതാണ് നമ്മുടെ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ അഭിപ്രായം, രീതിയും. അങ്ങനെ തന്നെ ഒരാള് മാത്രമാണ് കൊടുക്കാനുള്ളെങ്കിൽ ഓരോരുത്തർക്കും ഒരു നുള്ളരിയെ കൊടുക്കാണല്ലോ, 5 ആൾ. അത്തരം ഘട്ടങ്ങളിൽ എന്ത് ചെയ്യാം? നമ്മുടെ മദ്ഹബിൽ തന്നെ മറ്റൊരു അഭിപ്രായം ഉണ്ട്, ഒരാൾക്ക് കൊടുത്താൽ വീടും. അത്തരം ഘട്ടത്തിൽ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ഫിത്ർ സക്കാത്തിന്റെ കിറ്റ് വാങ്ങിയിട്ട് ഒരാൾക്കെടുക്കും.
ഒരു 10-15 ആള് കൂടിയിട്ട് ഒന്നിച്ചു കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വീട്ടിലൊക്കെ കുറെ ആൾക്കാർ ഒന്നിച്ചു കൊടുക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കുറെ ആളുകൾക്ക് ഒരു 15 ആളെ ഒപ്പിച്ച് റെഡിയാക്കി അവർക്ക് കൊടുക്കാൻ സംവിധാനമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒന്നും കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ ഈ കിറ്റ് വാങ്ങിയിട്ട് ഒരാൾ, അപ്പൊ നമ്മുടെ മദ്ഹബിൽ തന്നെ ഉള്ള ഒരു പ്രബല അല്ലാത്ത അഭിപ്രായമാണെങ്കിലും ഇത്തരം ഘട്ടങ്ങളിൽ അത്തരം രൂപത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുത്താൽ വീടില്ല എന്നാണ് മസ്അല. അങ്ങനെ ആണെങ്കിലും ഇപ്പൊ ചില ഉസ്താദുമാർ പറയുന്നത് തങ്ങന്മാർക്ക് പല ഹുംസ് അത് ഇത് ഒക്കെ പറഞ്ഞിട്ട് കുറെ കിട്ടാറുണ്ടായിരുന്നു. അതൊന്നും ഇപ്പൊ കിട്ടുന്നില്ല. സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ ആളുകളാണെങ്കിൽ സക്കാത്തിന്റെ പൈസയെ കൊടുക്കൂ, സക്കാത്ത് അല്ലാത്തതൊന്നും ആൾക്കാർ അങ്ങനെ കൊടുക്കില്ല. സക്കാത്തിന്റെ പൈസ കൊടുക്കാൻ റെഡിയാണ് ആൾക്കാർ, സദക്ക കൊടുക്കാൻ റെഡിയല്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ അത്തരം ഘട്ടത്തിൽ എന്ത് ചെയ്യാ, തങ്ങന്മാർക്ക് കൊടുക്കാം. തങ്ങന്മാർക്ക് കൊടുക്കുന്ന സമയത്ത് തങ്ങളോട് പറഞ്ഞു സക്കാത്താട്ടോ തങ്ങളെന്ന് പറയണം. അപ്പോ ആ തങ്ങൾ അത്രയും കുടുങ്ങുകയാണെങ്കിൽ തങ്ങളത് വാങ്ങിക്കോളും. അല്ലെങ്കിൽ തങ്ങള് അത്ര കൊടുത്തൊന്നുമില്ല, തങ്ങൾ ഒരിക്കലും വേണ്ട മോനെ എന്ന് അറിയല്ലോ. അപ്പൊ നമുക്ക് അത് കൊടുക്കാതിരിക്കുകയും ചെയ്യാം. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി സക്കാത്ത് സംബന്ധമായ സംശയങ്ങൾ നമുക്ക് പറയാം. അപ്പൊ ആണല്ലോ കൂടുതൽ ആവശ്യമില്ല. ഇപ്പൊ ഈ സ്ഥിതിയില് കടമുള്ള ആൾക്കാർക്ക് ജോലിയില്ല, കടക്കാരനാണ്. അപ്പൊ അവന് കടം വീട്ടാനുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഫിത്ർ സക്കാത്ത് അയാൾക്ക് ഫിത്ർ സക്കാത്ത് അയാളെ കയ്യിൽ തൽക്കാലം പൈസ ഇല്ല. കടം വാങ്ങിയ കിട്ടും. കടം വാങ്ങിയിട്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടിയില്ല, അയാളെ പൈസ ഇല്ലെങ്കിൽ. പക്ഷെ അയാൾ നാട്ടിലൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട, അയാൾക്ക് കടം വീടാനുള്ള സംവിധാനം നാട്ടിലുണ്ട്. അത് അയാൾക്ക് 5 സെന്റ് സ്ഥലവും പറയുന്ന ആവശ്യത്തിൽപ്പെട്ടതാണ്. അപ്പൊ അല്ലെങ്കിൽ അയാൾക്ക് അവിടെ തന്നെ നല്ലൊരു കാറുണ്ട്, ആ കാർ അയാളെ ജോലിന്റെ മാർഗമാണ്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് താമസിക്കേണ്ടതാണ്. അപ്പൊ അത് വിൽക്കണമെന്ന് ഇസ്ലാം പറയൂല. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടി വരില്ല. അദ്ദേഹത്തിന്റെ ഭാര്യന്റെ മക്കൾക്ക് കൊടുക്കേണ്ടി വരില്ല. അതെ, എന്റെ പൈസ ഇല്ലല്ലോ. എന്റെ പൈസ ബെന്റെ കൊടുക്കണ്ട, ഭാര്യന്റെ കൊടുക്കണ്ട, മക്കളൊന്നും കൊടുക്കണ്ട. ഇനി ബെന്റെ കുറഞ്ഞ പൈസ ഉള്ളു, ഒരു 10 റിയാലേ ഉള്ളൂ, വേറെ പൈസ ഇല്ല. ആ 10 റിയാലോട് ഓന്റെ ആദ്യം കൊടുക്കുക, പിന്നെ ഭാര്യന്റെ കൊടുക്കുക, പിന്നെ മക്കൾ കൊടുക്കുക. ബെന്റെ മാത്രം കൊടുക്കാനേ ഉള്ളെങ്കിൽ ബെന്റെ മാത്രം കൊടുക്കുക, ഭാര്യന്റെ കൊടുക്കണം. അസ്സലാമു അലൈക്കും. നമുക്ക് കിട്ടിയ അരി തിരിച്ച് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം. നമ്മൾക്ക് കിട്ടിയാൽ നമ്മുടേതായ അതേ കിറ്റ് ഒരാൾക്ക് നമ്മുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നമ്മളതാണല്ലോ, കിട്ടതോട് കൂടി നമ്മളതായി. നമ്മൾ പീടികയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയാൽ നമ്മുടേതാകുന്നത് അതേ പ്രകാരമാണ്. ഒരാളിൽ നിന്ന് നമുക്ക് സാധനം കിട്ടിയാൽ ഒരു റൂമുള്ള ആൾക്ക് തന്നെ കൊടുത്താൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ? അയാള് തിരുവനന്തപുരം കഴിക്കാലോ. ഈ പണ്ട് കോയിനൊക്കെ ആണ്ടിന് നേർച്ചാണ്. പണ്ട് ആ സൂക്ഷ്മത ഉള്ള ആൾക്കാർ എന്താ ചെയ്യുക, നേർച്ചാക്കിയാൽ കോഴി കറി ഒന്നായി ചപ്പോടെടുത്ത് ഉസ്താദ് മുമ്പ് കൊണ്ടുവെക്കും. എന്നിട്ട് ഉസ്താദ് മോലെ നോക്കിയിട്ട് അതെന്ത് ചെയ്യും, വീട്ടുകാർക്ക് ഒരു പ്രശ്നം എടുത്തിട്ട് ബാക്കി വീട്ടുകാർക്ക് അങ്ങോട്ട് കൊടുക്കും. അപ്പൊ വീട്ടുകാർക്ക് ഉപയോഗിക്കും. അത് സൂക്ഷ്മതന്റെ ഭാഗമാണ്. അതുപോലെ ഈ സാധനം ഒരു റൂമിലേക്ക് കൊടുത്ത് ആ റൂമാന് ചോറുണ്ടാക്കി അവന്റെ വക നമുക്ക് തരാണ്, നമ്മൾ കഴിക്കാൻ കുഴപ്പമില്ല. അതിവിടെ ഒരു കടക്കാരനെ ഇവിടെ നാട്ടിലോ അത് വീടാനുള്ള സ്വത്തോ ബാക്കിയുള്ള കാര്യങ്ങളോ ഇല്ല. എന്നിരുന്നാലും അയാൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? സക്കാത്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ അവധി ഇറങ്ങിയ കടാണെങ്കിൽ അയാൾ ആ പൈസ കൊണ്ട് കടം വീട്ടാൻ വേണ്ടി
എത്രത്തോളം അയാൾ കടം വീട്ട് അവധി ഇറങ്ങിയ കടാണെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടത്? അപ്പ സക്കാത്ത് അരി വാങ്ങാൻ പോകുന്നതിന് പകരം അപ്പയച്ച ആ മറ്റേ ചങ്ങായി കൊടുക്കാനുള്ള ചങ്ങായി കൊടുക്കാൻ വേണ്ടി അവധി നിശ്ചയിച്ച കടാണെങ്കിൽ 4 മാസം കഴിഞ്ഞ് കൊടുത്താൽ മതി. അയാൾക്ക് നാളെ സക്കാത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ ഇയാള് ഈ സുന്നത്ത് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അയാൾക്ക് നിർബന്ധമായ കടം വീട്ടാന്നുള്ള പരിപാടി ചെയ്യലാണ് അയാൾക്ക്. അതുപോലെ തന്നെ ഈ ഒരു കടക്കാരന് പിന്നെ സ്വതക്ക കൊടുക്കാൻ വെക്കുണ്ടോ? എങ്ങനെ ഈ കടക്കാരന് അയാള് വരുമാനം പിന്നെ സ്വത്തോ വീടാൻ പറ്റിയതില്ല, എന്നിരുന്നാൽ അയാൾക്ക് സദക്ക കൊടുക്കാൻ വെക്കുണ്ടോ? ഓ, കടക്കാരൻ സദക്ക കൊടുക്കാലോ, സക്കാത്ത് തന്നെ കൊടുക്കാലോ. അല്ല, കടക്കാരൻ മറ്റുള്ള ആൾക്ക് കൊടുക്കാൻ പറ്റുമോ? മറ്റുള്ള ആൾക്ക് കൊടുക്കാൻ പറ്റുമോ? ആ മസല നിങ്ങൾ ചോദിച്ച സംഗതി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് അതൊക്കെ ഈ ഇപ്പൊ നമ്മൾപ്പോലത്തെ ആൾക്കാരൊക്കെ നിങ്ങളടുത്ത് വരുന്ന സമയത്ത് നിങ്ങളെ കടം വീടാൻ വേണ്ടി നിങ്ങളോട് അതൊന്നും അത്ര സുഖമുള്ള പരിപാടിയല്ല. കടം വേഗം വീടാൻ വേണ്ടിട്ട് വേഗം പൈസ വാങ്ങല്ലോ. കടം വീടല്ല, കടം വീടാൻ വേണ്ടി. അള്ളാഹു നമ്മളെ കടം സക്കാത്ത് സ്വീകരിക്കുന്ന കടക്കാരന്റെ വിധി ഇങ്ങനെ തന്നെയാണോ? അങ്ങനെ കടം സ്വീകരിക്കുന്ന, അതായത് കടം സ്വീകരിക്കണമെങ്കിൽ ഇപ്പൊ എന്റെ അടുത്ത് വീട്ടാനുള്ള വകുപ്പ് നാട്ടിൽ പറ്റില്ലാതിണ്ടോ? സക്കാത്ത് സ്വീകരിക്കുന്ന കടക്കാരനെ അതൊന്നുമില്ല. അപ്പൊ നമുക്ക് സക്കാത്തായിട്ട് ഒരാൾ തരാണെങ്കിൽ നമ്മള് അത് അന്വേഷിക്കേണ്ട, എന്റെ പൈസ എന്ത് പൈസ ആണ്, എന്താണ് എന്നാണ്. അതേ സമയത്ത് ബോധ്യപ്പെടും. ചോദിച്ചത് അതല്ല. അതായത് നമ്മള് സക്കാത്ത് കൊടുക്കണമെങ്കിൽ കടക്കാരൻ എന്തായിരിക്കണം? അവന്റെ അടുത്ത് കടം വീട്ടാനുള്ള വകുപ്പ് അങ്ങനെ കടക്കാരൻ പത്രികയില് അയാൾ പെടണമെങ്കിൽ അയാളെ വീട്ടാനുള്ള മാർഗം അയാൾ ഉണ്ടെന്നും കടം വീട്ടാൻ നിൽക്കുകയാണ്. അയാൾക്ക് സക്കാത്തല്ല കൊടുക്കണ്ടേ? അയാളെ പോലീസിൽ അറിയിച്ചിട്ട് അയാളെ പുറമ്പ് വിട്ടിച്ചിട്ട് പൈസ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായി കൊടുക്കുക. അപ്പൊ മുതല് പിന്നെ അവന്റെ അടുത്ത് ഇതേപോലെ തന്നെ ഒന്നും ഇല്ലാതിരിക്കണം കടക്കാരന്, കടം വീട്ടാനുള്ള ഒന്നുമില്ല. നിങ്ങൾ പറയുമ്പോ മനസ്സിലാക്കണം, അവന് യോജിച്ചൊരു വീട്, അവന് ആ വീടുണ്ടാകാനുള്ള സ്ഥലവും കിണറ് ഇതൊക്കെ ആവശ്യമായ സ്ഥലവും അതൊക്കെ അത്യാവശ്യത്തിൽ പെട്ടതാണ്. അത് കഴിച്ചിട്ട് ബാക്കി വിൽക്കാനുണ്ടെങ്കിൽ വിറ്റിട്ടില്ലെങ്കിലാണ് പിന്നെ പറഞ്ഞത്. മറ്റു മക്കളെ കുട്ടികൾ എന്താ ചെയ്യാ? അപ്പൊ അങ്ങനെ ഇല്ലാത്ത ആൾക്ക് ഒരാള് സക്കാത്ത് ഇങ്ങോട്ട് കൊണ്ടുതന്നാ സ്വീകരിക്കാം. സക്കാത്തിന്റെ തൂക്കത്ര അത് ഇവിടെ അളവ് എന്തായാലും ശരിയാവില്ല. ഇവിടെ മിക്കവാറും 3200 മില്ലി ലിറ്ററാണ്. 3200 മില്ലി ലിറ്ററാണ് ലിറ്ററും 3200 മില്ലി ലിറ്ററും അതിന്റെ കണക്ക്. ഇവിടെ കടയിലൊക്കെ കിട്ടിയ തൂക്കാണ്. അപ്പൊ അത് തൂക്കത്തിലാണ് 2700. ഇവിടെ സൂക്ഷ്മതക്ക് വേണ്ടി ഉസ്താമാരൊക്കെ പണ്ട് പറയും 2700 എന്നാ പറയും. 2700 ഒരു നേരത്തെ ചോദിച്ച സംശയം തന്നെ. നമ്മളിപ്പോ 9 ആളുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ തന്നെ നമ്മൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറ്. അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടാവോ? അത് കഴിക്കാൻ പറ്റും നമുക്ക്? അല്ല, ഒരാൾക്ക് കിട്ടിയാൽ അയാളുടെ സാധനം നമ്മൾ ഇതിലാണ് നമ്മൾ കഴിക്കുക. അതൊരു ചൊറിച്ചിലാണല്ലേ? ഈ മസ്തനെ കണ്ടെങ്കിൽ ഒരു ചൊറിച്ചിലാണ്, മനസ്സിലാവും. അതുകൊണ്ട് അടുത്ത റൂമിൽ കൊടുത്തോളൂ. അടുത്ത റൂമിൽ അതിന്റെ പുറമെ ഓരി വെക്കുന്നത് പിന്നെ അവസാനം മെസ്സിന്റെ കണക്ക് കൂട്ടും ചെയ്യും. അത് ശരി, അങ്ങനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഹോട്ടല് പോലത്തെ കടകൾക്ക് സക്കാത്ത് ഉണ്ടോ? ഹോട്ടല് എന്ന് പറഞ്ഞാല് ഹോട്ടൽ ഇപ്പൊ ഒരു കൊല്ലം പൂർത്തിയാവുമ്പോ സ്റ്റോക്ക് എടുക്കുമ്പോ എന്താ ഉണ്ടാകുക? 4 പൊറാട്ട ഉണ്ട്, 3 ഫുഡ് കൺപോർട്ട് ചെയ്യാണെങ്കിൽ എത്ര റുപ്യന്റെ സാധനം ഉണ്ടാവും? അതേ സമയത്ത് ആ ഹോട്ടലില് കച്ചവടം ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 2000 റിയാലുണ്ട്, ഒരു 3000 റിയാൽ കിട്ടാറുണ്ട്, 5000 റിയാലല്ലേ? അങ്ങനെ വരുമ്പോ സക്കാത്ത് ഉണ്ടാവും. അതിന്റെ ലാഭത്തിന് അങ്ങനെ പറഞ്ഞല്ലോ. ലാഭം നിലവിലുണ്ടെങ്കിലാ പറഞ്ഞത്. ലാഭം കൊണ്ട് നിലവിലുണ്ടെങ്കിലാണ് പറഞ്ഞത്. ലാഭം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സക്കാത്ത് വരും. അതെ അതെ അതെ. കണക്ക് കൂട്ടേണ്ടി എപ്പോഴാണ്? കൊല്ലം പൂർത്തിയാവാൻ പാട്ടോ. ലാഭം എടുത്ത് മാറ്റിയേക്കാം. കൊല്ലം പൂർത്തിയായ മാറ്റി വെച്ചാൽ പിന്നെ മാറ്റി വെച്ച് പിന്നെ കുറച്ച് കണക്ക് കൂട്ടിയാല് അത് ശരിയാവും. അപ്പൊ കൊല്ലം പൂർത്തിയാവുന്ന ആണ് കണക്ക് കൂട്ടേണ്ടത്. അസ്സലാമു അലൈക്കും.
സക്കാത്ത് അല്ലാത്ത മറ്റ് സക്കാത്ത്, കച്ചവടത്തിന്റെ സക്കാത്ത്, അതുപോലെ പൈസയുടെ സക്കാത്ത്, ഇതൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന പോലെ സ്ഥലം ബാധകമാണോ? ബിസിനസ് ഉള്ളിടത്ത് തന്നെ സക്കാത്ത് കൊടുക്കണം? അഫ്ളലായ ഏറ്റവും പ്രബലമായ അഭിപ്രായം ആ സ്ഥലത്ത് കൊടുക്കണം എന്നാണ്. കച്ചവടം എവിടാണോ നടക്കുന്നത് ആ കച്ചവട ഏരിയയിൽ കൊടുക്കണം. അതാണ് അത്തരം ഘട്ടങ്ങളിൽ ഈ രണ്ടാം കോല് ഞാൻ പറയാൻ കാരണം എന്താ, നമ്മുടെ നാട്ടില് നമ്മളായിട്ട് വല്ലാതെ ബന്ധപ്പെട്ട ആൾക്കാർ, നമ്മളെ ചേട്ടന്റെ വളരെ വിഷമത്തിലാണ്. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ഈ രണ്ടാം കോല് സ്വീകരിച്ചിട്ട് അങ്ങോട്ട് മാറ്റൽ പറ്റും എന്നുള്ള അഭിപ്രായ പ്രകാരം ചെയ്യാം. ഓരോരുത്തരുടെ ചോദ്യം പൂർണ്ണാവട്ടെ. ഓരോരുത്തരുടെ ചോദ്യവും ഉസ്താദിന്റെ ഉത്തരം പൂർണ്ണമായിട്ട് എടുത്താണ് ചോദിക്കുന്നത്. കച്ചവട ചരക്കിന് സക്കാത്ത്, പിന്നെ നമ്മള് വിൽപ്പന നടക്കുന്ന വിലക്കല്ലേ അത് കണക്കൂട്ടേണ്ടത്? വിൽക്കാൻ ഉദ്ദേശിച്ച വില. അതെ അതെ. അത് ഗവൺമെന്റിലേക്ക് ഇപ്പൊ നമ്മളിപ്പോ ഇവിടുത്തെ ഒക്കെ ഗവൺമെന്റിലേക്ക് സക്കാത്ത് ഇവിടുന്ന് നിർബന്ധമായിട്ട് വാങ്ങിക്കുന്നുണ്ട്. എത്ര ശതമാനം എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നുണ്ട്. അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞാല് നമ്മളത് പിന്നെ കൊടുക്കേണ്ടതുണ്ടോ? അപ്പൊ സക്കാത്ത് കൊടുക്കാൻ ഞാൻ പറയല്ലോ 3 മാർഗമുള്ളത്. ഒന്ന് നേരെ വ്യക്തിക്ക് കൊടുക്കുക, രണ്ടാമത്തത് ഇമാമിലേക്ക് കൊടുക്കുക. അപ്പൊ സൗദി അറേബ്യയിലൊക്കെ ഇമാം ഉണ്ടല്ലോ അല്ലെ? ഇമാമിനല്ലേ ഇവിടെ നിർബന്ധമായിട്ടും സക്കാത്ത് അവർ വാങ്ങുന്നുണ്ട്. അപ്പൊ ഇമാമനുള്ളത് കൊണ്ട് ഇമാമിലേക്ക് കൊടുത്താൽ ഇമാമിലേക്ക് കൊടുക്കുന്നതോട് നമ്മളെ സക്കാത്ത് പേടി. അപ്പൊ ഒന്നുകിൽ നേരിട്ട് കൊടുക്കുക, അല്ലെ വക്കീലിനെ നിശ്ചയിച്ചു കൊടുക്കുക, അല്ലെ ഇമാമിലേക്ക് കൊടുക്കുക. ഇവിടെ പാടപ്പോ ഇമാം സംവിധാനം അവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇമാമില്ലാതെ മാത്രം കമ്മിറ്റിയും അതുപോലത്തെ പരിപാടിയൊന്നും ഇമാം സംവിധാനം ഉണ്ടെങ്കിലും കണക്കാക്കിയിട്ടുള്ള ഒരു കൊടുത്തല്ല. ഒരു നേരത്തെ തന്നെ നിശ്ചിത ശതമാനം കൊടുക്കണം എന്നുള്ള ഒരു കണക്കാണ്. അത് മുതൽ കണക്ക് കൂട്ടിയിട്ടുള്ള കൊടുക്കുന്നല്ല. അതെ അതെ, നമ്മളെ കണക്ക് പ്രകാരം അതിൽ അധികമാണോ കുറവാണോ ഉള്ളത്? കുറവാണെങ്കിൽ നമ്മൾ ബാക്കിയുടെ പുറത്ത് കൊടുക്കുക, അധികമാണെങ്കിൽ നമ്മള് ഈ സദക്കായിട്ട് കരുതുകയും ചെയ്യാം. പക്ഷെ അത് അവര് വാറ്റ് പോലെ ആണ് അവര് കണക്കാക്കുന്നത്. പേര് സക്കാന്നാണ് പറയുന്നുള്ളൂ. ഹലോ നമ്മള് ഒരാൾക്ക് കുറച്ച് പൈസ കടം കൊടുത്താല് അതിനെങ്ങനെ നമ്മള് ബിസിനസ് കുറച്ച് പൈസ അപ്പൊ നമുക്ക് അതിന് ലാഭം കിട്ടുന്നില്ല, നമ്മളെ മുതലും തിന്നില്ല. അപ്പൊ നമ്മൾ അതിനെങ്ങനെ സക്കാത്ത് കൊടുക്കണോ എങ്ങനെയാണ്? അല്ലെങ്കിൽ ഒരാൾക്ക് കുറച്ച് പൈസ കടം കൊടുത്താല് ആ പൈസ ഇങ്ങോട്ട് കിട്ടണില്ല, അപ്പൊ നമ്മൾ അതിനെന്ത് ചെയ്യണം? കൊടുക്കണോ എങ്ങനെയാണ്? അങ്ങനത്തെ വിഷയങ്ങൾ ഇപ്പൊ കുറെ ഉണ്ട്. ബിസിനസിന് കൊടുത്തതും കടം കൊടുത്തതും കിട്ടാൻ ഒരുപാട്. ഈ കിട്ടാനുള്ള കടത്തിന് സക്കാത്ത് കൊടുക്കണം. കിട്ടും എന്നുണ്ടെങ്കിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. കിട്ടൂല അങ്ങനത്തെ അവസ്ഥയിലാണെങ്കിൽ കിട്ടിയിട്ട് കൊടുത്താൽ മതി, നേരത്തെ കൊടുക്കണമെന്നില്ല. ഇപ്പൊ നമ്മളിങ്ങനെ ഒരു 10 ലക്ഷം റുപ്യ ബിസിനസിന് കൊടുത്താണ്. ഇപ്പൊ ബിസിനസ്സും ഇല്ല, ലാഭവും ഇല്ല, മുതലും ഇല്ല. അങ്ങനെ പിന്നെ ഈ സക്കാത്തും കൊടുക്കണമെന്നാണ് ആവണം കൊടുക്കും. അത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിട്ടുണ്ട്. കിട്ടിയാൽ മിക്കവാറും കിട്ടലില്ല, കിട്ടിയിട്ട് കൊടുത്താൽ. അപ്പൊ കിട്ടുന്ന ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഈ 10 വർഷവും കൊടുക്കണം. അതാ അവിടെ 10 ലക്ഷം റുപ്യ 10 വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നെങ്കിൽ ഒന്നാമത്തെ വർഷത്തിന് 10 ലക്ഷത്തിന് സക്കാത്ത് കൊടുക്കണം. ഒന്നാമത്തെ കൊല്ലത്തിന് 10 ലക്ഷത്തിന്, രണ്ടാം കൊല്ലത്തിന് 10 ലക്ഷത്തിന്റെ 2.5% കഴിച്ച് ബാക്കിയുള്ളതിന് സക്കാത്ത് കൊടുക്കണം. മൂന്നാം കൊല്ലത്തിന് അതിന്റെ 2.5% കഴിച്ചുള്ള സക്കാത്ത് കൊടുക്കണം. കാരണം ഒരു 10 ലക്ഷത്തിന് ഒരു കൊല്ലം പൂർത്തിയായി, അത് എന്റെ തന്നെയാണ്. ഒരു കൊല്ലം പൂർത്തിയാവുമ്പോ ഈ 10 ലക്ഷത്തിന്റെ 2.5% സാധുക്കളുടേതായി മാറി. 2.5% കഴിച്ചുള്ളതാണ് ഇവന്റേതാകുന്നത്. അപ്പോ ആ 2.5%ന്റെ ബാക്കിയുള്ളതിന് സക്കാത്ത് കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കും. അല്ലെങ്കിൽ ഒരു പൈസ ഒരാൾക്ക് കിട്ടാണ്ടെങ്കിൽ പിന്നെ 10 കൊല്ലം കഴിഞ്ഞാൽ കിട്ടുന്നെങ്കിൽ ഫുള്ള് സക്കാത്ത് ഉണ്ടാവില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ നമ്മളെ നാട്ടില് ഫിത്ർ സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോ നമ്മളിങ്ങനെ ഇതേപോലെ 5 വിഭാഗം പറഞ്ഞല്ലോ, അത് അയൽവാസികളൊക്കെ തെരഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കലുണ്ടാവും. അതിൽ നമ്മൾ ജോലിയുള്ളവര് സാമ്പത്തികമുള്ളവരൊക്കെ നോക്കേണ്ടതുണ്ടോ? അതോ നല്ലോണം നോക്കേണ്ടിട്ടുണ്ട്. സക്കാത്തായിട്ട് വീടണമെങ്കിൽ നല്ലോണം നോക്കണം. അപ്പൊ നമ്മൾ സക്കാത്തിന്റെ അരി വാങ്ങുമ്പോൾ ഒരു 5 കിലോ അധികം വാങ്ങിയ ഇനി അതൊക്കെ കാലം വരെ അയൽവാസി കൊടുത്താണ്. കുട്ടിയിലായാലും പഠിച്ചെങ്കിൽ സക്കാത്ത് അല്ലാത്ത അതിയാന്നുള്ള കാക്ക് കൊടുക്കുക. അവകാശി വേറെ
നമ്മളെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മസലൊന്നും ആരും നോക്കില്ല, അങ്ങോട്ട് കൊടുക്കലാണ്. ആട്ടും കൊടുക്കും, അവിടുന്ന് ഇങ്ങോട്ടും കൊടുക്കും, പുറത്തും കൊടുക്കും. അതൊന്നല്ല, യഥാർത്ഥത്തിൽ അതിന്റെ അവകാശികളിലേക്ക് തന്നെ കൊടുക്കണം. അങ്ങനെ തന്നെ കൊടുക്കാൻ നേരത്തെ നമ്മൾ കണക്കൊക്കെ നോക്കി ആരാണ് അവകാശികളൊക്കെ നോക്കിയിട്ട് റെഡിയാക്കിയിട്ട്, അല്ലെങ്കിൽ മാസം കണ്ടെന്നുള്ള വിവരം കിട്ടുമ്പോൾ ആളെ നോക്കാൻ നേരം ഉണ്ടാകും. പിന്നെ ഒറ്റ കൊടുക്കലായിരിക്കും. പണ്ട് അവകാശികളായിരിക്കും അയൽവക്കത്തുള്ളത് കൂടുതലും, അങ്ങനെയൊക്കെ. സ്ഥലത്തിന് കൊടുക്കണത് കച്ചവടത്തിനൊക്കെ അതെ, കച്ചവടം റിയൽ എസ്റ്റേറ്റുകാരനാണ്. കച്ചവടത്തിന് വാങ്ങിയിട്ട ഒരു സ്ഥലമുണ്ട്, അതിനിപ്പോ ഇങ്ങനെ വില ഇങ്ങനെ കൂടുന്നുണ്ട്, പക്ഷെ ആരും വാങ്ങുന്നില്ല. എന്നാൽ കൊല്ലം പൂർത്തിയാവുമ്പോ സക്കാത്ത് ഇങ്ങനെ അങ്ങനെ കുറച്ച് കാലം അങ്ങനെ കഴിഞ്ഞപ്പോ എന്ത് ചെയ്ത് ഇത് വിൽക്കുന്നില്ല, ആകുന്നില്ലെങ്കിൽ അവൻ ഇനി പിന്നെ എന്റെ മോന് വീടുണ്ടാക്കാൻ കൊടുക്കാന്ന് കരുതി. എന്നാ പിന്നെ സക്കാത്ത് കൊടുക്കണമില്ല. സക്കാത്ത് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ കരുതരുത്. അതേ സമയത്ത് അങ്ങനെ കരുതിയാൽ പിന്നെ അതിന് സക്കാത്ത് വേണമില്ല. കച്ചവടത്തിന് വാങ്ങിയ സ്ഥലം സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാന്ന് കരുതിയാൽ പിന്നെ സക്കാത്ത് അതിലേക്ക് വരില്ല. അപ്പൊ ഈ ഇത് പറഞ്ഞല്ലോ ഇങ്ങനെ അയൽവാസികൾക്ക് കൊടുക്കുന്നു, മുമ്പിലെല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മുമ്പിലെ ഉമ്മമാരെല്ലാം പറയുന്ന കേട്ടാണ് ഈ വിധവകൾക്കെല്ലാം കൊടുക്കാമല്ലോ ഉസ്താദ്. വിധവ കൊടുത്താൽ ശരിയാകണമെങ്കിൽ വിധവനെ നോക്കാൻ പറ്റിയ മുതിർന്ന മക്കളില്ലാതെ, വിധവയാണ് പക്ഷെ മുതിർന്ന മക്കളുണ്ട്. അപ്പൊ മക്കൾ ഉണ്ടാകുമ്പോ ഈ പെണ്ണ് ഉമ്മ ആരല്ല, ഫക്കീറും അല്ല, മിസ്കീനും അല്ല, മക്കളെ ചെലവ് കൊണ്ട് വലിയതാണ് എന്നാണ് കിതാബ് പറയുന്നത്. മക്കള് വില നോക്കിയ നിർബന്ധമാണല്ലോ ചെലവ് കൊടുക്കല്. മക്കള് കൊടുക്കുന്നില്ലെങ്കിൽ വില കൊടുക്കുകയും ചെയ്യാം. കൊടുക്കാൻ അനുമതിയാണ് അപ്പൊ അല്ല, അതെ, കുട്ടികൾ ഉമ്മനെ നോക്കുന്നില്ല, അമ്മ ഇപ്പോൾ സ്വന്തം നിൽക്കുകയാണ്, നമുക്ക് പൈസയില്ല, സ്വന്തമാക്കണം, കൊടുക്കാം. അതേ സമയത്ത് ഉമ്മ ഒരു വിധവയാണ്, അതേ സമയത്ത് വീട്ടിലെ ചെലവൊക്കെ കുട്ടികൾ നടത്തുന്നുണ്ടെങ്കിൽ വിധവ എന്നുള്ളൊരു പേരിൽ സക്കാത്ത് വാങ്ങിക്കൂടാ. പ്രായപൂർത്തിയായ മക്കള്, അതായത് പിന്നെ 25 വയസ്സിലൊക്കെ അധികം ഉള്ള മക്കൾക്ക് നമ്മൾക്ക് വാപ്പ സക്കാത്തിന്റെ വീതം കൊടുക്കാൻ വകുപ്പുണ്ടോ? വാപ്പ ഈ കുട്ടിക്ക് സക്കാത്ത്, ഈ കുട്ടിക്ക് ചെലവിന് കൊടുക്കാൻ നിർബന്ധമില്ല അല്ലേ? അതെ. എന്നാ പിന്നെ കൊടുക്കാം. അസ്സലാമു വറഹ്മത്തുള്ളാഹി. കല്യാണം കഴിഞ്ഞ് ആ സമയത്ത് ഒരു 25 പവന് അവളെ മേലുണ്ട്, എന്നാൽ അതിന് സക്കാത്ത് വരുന്നുണ്ടോ? ഇല്ല. അതിപ്പോ ലോക്കൽ വെച്ചതാണ്, ഇവിടെ ഉപയോഗിക്കാറില്ലെങ്കിലും സക്കാത്തില്ല. 25 എന്ന് പറഞ്ഞാൽ അമിതമായ ആഭരണമല്ല. നല്ല പൈസ അതല്ല, ഒരാളെ സംശയം ഉണ്ടായിന്, അങ്ങനെ ചോദിച്ചതാണ്. അങ്ങനെ ഈ 10.5 പവന്റെ കണക്കുണ്ടല്ലോ, അതെന്തെന്നാണ്? 10.5 പവൻ ആഭരണത്തിന് സക്കാത്തില്ല എന്നുള്ള വേറെ കണക്കുണ്ട്. 10.5 പവൻ സ്വർണം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. ആഭരണത്തിന് സക്കാത്തില്ല. ആഭരണം ഉപയോഗിക്കാൻ പറ്റുമോ? പുരുഷന്റെ കയ്യിലാണ് ആഭരണമെങ്കിൽ അവിടെ സക്കാത്ത് കൊടുക്കണം. പല ഉസ്താദ്മാരും ചോദിച്ചു, പക്വമായ മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. ഏത് വിഷയത്തില്? ഈ കാര്യം തന്നെ, പറഞ്ഞ ചോദ്യം തന്നെ. ഈ ചോദ്യം അതിന്റെ ഒരു വിഷയം പറഞ്ഞുതരാം. ഈ ആഭരണത്തിന് സക്കാത്തില്ല എന്നുള്ള എല്ലാ ഉസ്താദുമാരും പറയേണ്ട ഒരു മസലാണ്. ആഭരണത്തിന് സക്കാത്തില്ല. ആർക്ക്? ആഭരണം ഉപയോഗിക്കാൻ പറ്റുമോ കിട്ടോ? പുരുഷന്റെ കയ്യിൽ ആഭരണം ഉണ്ടെങ്കിൽ മകൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു 10 അല്ലെ 11 പവൻ ആഭരണം പുരുഷൻ വാങ്ങി വെച്ചിട്ടുണ്ട് എങ്കിൽ അത് കൊടുത്തിട്ടില്ല, അങ്ങനാണെങ്കിൽ പുരുഷൻ സക്കാത്ത് കൊടുക്കണം. ഈ ആഭരണത്തിന് അതല്ല നമ്മളെ ചോദ്യം. നമ്മള് കല്യാണം കഴിച്ച പെണ്ണുങ്ങൾ 25 പവൻ പോലെ വാപ്പ കൊടുത്ത സാറിനോട് കൂട്ടിക്കോ, അതിനോല് കുറച്ചോലെ മേലിട്ടിരിക്കുന്ന ബാക്കിയുള്ള പുരയിൽ വെച്ചൊക്കെയാണ്. അതിന് പുരയിൽ വെച്ചാൽ സക്കാത്ത് ഉണ്ടോ? അതിന് സക്കാത്തില്ല. പിന്നെ പലരും പറഞ്ഞത് ഈ 10.5 പവൻ വരെ ഒരാൾക്ക് ഉപയോഗിക്കുക, അതിന്റെ മുകളിലുള്ള സക്കാത്ത് കൊടുക്കണം. അതുപോലെ അറിവില്ലാത്തോണ്ട് പറഞ്ഞാണ്. അപ്പൊ അതിന് കൊടുക്കേണ്ടില്ല. ഉറപ്പിച്ച് പറഞ്ഞോളൂ, ഏത് ഉസ്താദോട് ചോദിച്ചാലും, വിവരമുള്ള ഉസ്താദോട് ചോദിച്ചാലും പറയാ സക്കാത്തില്ല എന്നാണ്.
ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് ആരോട് ചോദിച്ചിട്ട് അയാൾക്ക് വിവരക്കേട് വന്ന ഉത്തരവാദി അല്ലാന്നോ? ചോദിക്കുന്ന ആളുകളുടെ ചോദ്യം ഒരുപക്ഷെ മനസ്സിലാവാത്തോട്ടുള്ള മറുപടികളായിരിക്കും. അങ്ങനെ ഉണ്ടാവും. അതാ ശരിയാണതൊക്കെ. വേറൊരു കാര്യം പറയാം. ഈ ആഭരണത്തിന്റെ പരിധി എത്രയാണ്, മിതം അമിതം എത്ര കിട്ടാവില്ല. അതിനെ അത് ഉറുഫ് നാട്ടുനടപ്പ് പ്രകാരം കണക്കാക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇങ്ങനെ വരുന്നത്. ഞാനൊക്കെ ചെറുസോസ്ഥാനോട് മർക്കസിലുണ്ടായിരുന്ന ചെറുസോസ്ഥാനോട് വിഷയം ചോദിച്ചാൽ അന്ന് ഉസ്താദ് പറഞ്ഞ 100 പവൻ വരെ പോലും അന്നൊന്നും അമിതം എന്ന് പറഞ്ഞുകൂടാ. കാരണം ആ കിതാബിന്റെ ഈ വാർത്ത അങ്ങനെയാണ് മനസ്സിലാണെന്ന് ഉസ്താദ് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഈ സക്കാത്ത് കൊടുക്കാൻ എത്ര റുപ്യ വേണം നമ്മളെ കയ്യില്? ഒരാളെടുത്ത് ഒരു 5 ലക്ഷം റുപ്യന്റെ കാറുണ്ട്, അതിന് സക്കാത്ത് കൊടുക്കണോ? കാറിന് സക്കാത്തില്ല. എത്ര റുപ്യ വരെ വേണം സക്കാത്ത് കൊടുക്കാൻ? എത്ര റുപ്യ കയ്യില്? സക്കാത്ത് നമ്മൾ കണ്ടത് 1850 റിയാൽ ഒരു കൊല്ലം ഒരാളെ കയ്യിൽ ഉണ്ടായാലും പൈസ 1850 റിയാൽ. ഉസ്താദ് സ്ഥിരമായിട്ട് ഉണ്ടാവണ്ടേ കയ്യില്? അല്ല പോയിക്കൊണ്ട് വന്നോണ്ട് ആവില്ലല്ലോ. പോയിക്കൊണ്ട് വായ്പ കൊടുക്കാൻ പ്രശ്നമല്ല. ഒരാൾക്ക് വായ്പ കൊടുത്ത് പിന്നെ ആൾ തിരിച്ചെന്ന്, വേറെ ആൾക്ക് വായ്പ കൊടുത്താൽ തിരിച്ചെന്ന്, അങ്ങനെയാണെങ്കിൽ അയാൾ സക്കാത്ത് നിർബന്ധമാണ്. അതേ സമയത്ത് 1950 റുപ്യക്ക് ഒരാൾ എന്ത് ചെയ്തു, പിന്നെ അയാൾക്ക് പോയി ആ പൈസ കൊണ്ട് അയാൾ ചായ പിടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വേറെ പൈസ കിട്ടിയതാണ്. അങ്ങനെ സ്റ്റോക്ക് ആയിട്ടില്ല എങ്കിൽ സക്കാത്ത് കൊടുക്കണ്ട. സ്റ്റോക്ക് ആയിട്ടുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കാം. വായ്പ കൊടുക്കാന്നുള്ള സ്റ്റോക്ക്. ഈ നിശ്ചിത അവധിക്ക് മുമ്പായിട്ടുള്ള ഈ പൈസ കയ്യിലുണ്ടാവും. ആ പൈസ അവധിക്ക് മുമ്പായിട്ട് കൈമാറ്റം ചെയ്യുന്നതിന്റെ രീതി എങ്ങനെ? സക്കാത്തിന് രക്ഷപ്പെടാൻ വേണ്ടിട്ടോ? അല്ല, അങ്ങനല്ല. അങ്ങനെ ഒരു അങ്ങനെയാണെങ്കിലാണ് കുപ്പിയിലാക്കി ദർഗത്തിനോട് പറഞ്ഞത്. ദർഗത്തിന് ഇടയില്ല, കുപ്പിയിലാക്കി. അങ്ങനെ അത് കച്ചവടത്തത് അതിൽ പറയല്ല. രസകരമായ മസല പണ്ഡിതന്മാർ പറയുന്നത് കച്ചവട സ്വത്താണ്. 10 കോടി രൂപന്റെ കച്ചവടം ഉണ്ട്. അവർ കൊല്ലം പൂർത്തിയാണ് ഒരു ദിവസം മുമ്പ്, അല്ലെ കൊല്ലം പൂർത്തിയാകുന്ന ഒരാഴ്ച മുമ്പ് ഈ കച്ചവടത്തെ ഭാര്യക്ക് സംഭാവന ചെയ്തു. അങ്ങനെ അപ്പൊ എന്താ ഇവന് കൊല്ലം പൂർണ്ണല്ലോ. പിന്നെ ഓളം ചെയ്ത് ഇവൻ ഇങ്ങോട്ട് കൊടുത്തു. പിന്നെ ഒരു കൊല്ലം അത് ഹീരത്തു രൂപ എന്ന് പറയും. അത് കച്ചവടം അല്ല, ഹീരത്തു സക്കാത്ത്. സക്കാത്ത് രക്ഷപ്പെടാനുള്ള ഒരു കുതന്ത്രമാണ്. അത് ഹറാമാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ സക്കാത്ത് വാപ്പ കൊടുത്തു, സക്കാത്തിന്റെ പൈസ വാപ്പ കൊടുത്തൂടാ. വാപ്പക്ക് ചെലവിന് കൊടുക്കൽ നമുക്ക് നിർബന്ധമാണ്. വാപ്പക്ക് ചെലവിന് കൊടുക്കൽ നമുക്ക് നിർബന്ധമാണ്. വാപ്പ കൊടുത്താൽ വിടൂലല്ലേ? വിടൂല. വാപ്പക്ക് ചെലവിന് കൊടുക്കൽ മക്കൾ നിർബന്ധമാണല്ലോ. ബാപ്പാക്ക് മക്കൾ കൊടുത്തൂടെ? വാപ്പാക്ക് മക്കൾ കൊടുത്തത് വലിയ മക്കളാണോ? ഇനി വാപ്പക്ക് ചെലവിനെടുക്കൽ വാപ്പ ഈ കുട്ടിക്ക് ചെലവിനെടുക്കൽ നിർബന്ധമില്ലാത്തൊരവസ്ഥ എത്തണം. വലിയ മക്കളാണ്, കുട്ടികളും മക്കളുള്ള മക്കളാണെങ്കിൽ കടങ്ങളുള്ള ആൾക്കാണ് കൊടുക്കാം. ഭാര്യന്റെ സക്കാത്ത് ഭർത്താവിന് കൊടുക്കാന്നുണ്ട് മസല. ഭാര്യക്ക് ഉള്ള സക്കാത്ത് ഭർത്താവ്. എന്നിട്ട് ആ ചെലവ് അങ്ങനെ തന്നെ ഇങ്ങനെ മസലുണ്ട്. ഭാര്യ ഒരു 25,000 റുപ്യ അവളെ കയ്യിലുണ്ടായിരുന്നു. ആ 25,000 റുപ്യ കയ്യിലുണ്ടാവുന്ന സമയത്ത് ആ പെണ്ണ് ഒരു കൊല്ലം പൂർത്തിയായപ്പോ അതിന്റെ 2.5% ഭർത്താവിന്. ഭർത്താവ് എന്നിട്ട് ഈ സക്കാത്തിന്റെ പൈസ കിട്ടിയ ഭർത്താവ് ആ പൈസയിൽ നിന്ന് ഭാര്യന്റെ ചെലവ് നടത്താം. അങ്ങനെ മസല. ഹലോ അസ്സലാമു അലൈക്കും. ഹലോ, ഈ കച്ചവടത്തിന്റെ വകുപ്പില് 1 ലക്ഷം റുപ്യന്റെ മുതലുണ്ട്, സ്റ്റോക്ക് ഉണ്ട്. വാങ്ങിയ കണക്കില് 50,000 കടത്തിന് വാങ്ങിയതാണ്. എന്നുവെച്ചാൽ കൊടുക്കാനുണ്ട്. അപ്പൊ 50,000ത്തിന്റെ സക്കാത്താണോ കൊടുക്കേണ്ടത്? ബാക്കിയുള്ള 50,000ത്തിന്റെ ഈ സ്റ്റോക്ക് എടുത്തപ്പോ 1 ലക്ഷത്തിന് സാധനം ഉണ്ട് വേണം. ആ സാധനം വാങ്ങിയ വകയില് ഒരു 50,000 വേറെ കൊടുക്കാനുണ്ട്. ആ കടം പരിഗണിക്കപ്പെടില്ല. സക്കാത്തിന് സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് ഉദാഹരണം പറഞ്ഞാല് 1 ലക്ഷം റുപ്യ ഒരാളോട് കടം വാങ്ങിയിട്ടാണ് ഒരാൾ കച്ചവടം തുടങ്ങിയത്. 1 ലക്ഷം റുപ്യ കടം വാങ്ങിയിട്ടാണ് കച്ചവടം തുടങ്ങിയത്. അതിനൊരു കൊല്ലം പൂർത്തിയാകുന്ന സമയത്ത് ഇതിന് സക്കാത്ത് കൊടുക്കണം എന്നാണ് മസല. അതുപോലെ തന്നെ ഈ കടം, ഈ സാധനം ഒരാളോട് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കടം കഴിച്ച് ബാക്കിയുള്ള നല്ല സക്കാത്ത് കൊടുക്കണം.
സ്റ്റോക്ക് ഫുള്ളിന് കൊടുക്കണം. ഓക്കെ. അതെ അതെ അതെ. അതേ സമയത്ത് ഒരാള് 1000 റിയാൽ ഇങ്ങോട്ട് തന്നതാണ്, അതിന് അയാൾക്ക് 750 റിയാൽ തിരിച്ചു കൊടുക്കാണ്ട് തൽക്കാലം ചില്ലറ റിലേറ്റഡ് ആണ്. അപ്പൊ സ്റ്റോക്ക് എടുക്കും മേശ വലിപ്പിൽ 1000 ഉണ്ട് എന്നുള്ളവർക്ക് കണക്ക് കൂട്ടണ്ട, 750 തിരിച്ചിട്ട് കിട്ടാൽ മതി. ചെറിയ കച്ചവടം വർഷത്തെയും കണക്ക് കൂട്ടുന്ന മുമ്പായിട്ട് സ്റ്റോക്കൊക്കെ കുറക്കലുണ്ട്. അതിന്റെ വിധി എങ്ങനെ ഉസ്താദ്? സാധനങ്ങളൊക്കെ കുറച്ചിട്ട് അതൊക്കെ നിങ്ങൾക്ക് തന്നെ തിരിയല്ലോ അങ്ങനെയാണ്. അതൊക്കെ ഒരു കച്ചവട ഒരു തന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ശരിയായ നിലയ്ക്ക് ഇവരിപ്പോ അത് സക്കാത്ത് കൊടുക്കണം എന്നതിനെ അറിയുകയും ചെയ്യാൻ അതിൽ കൊടുക്കാനുള്ള രക്ഷപ്പെടാനുള്ള ഒരു പരിപാടിയാണ്. തെറ്റാണ്. ഒരാളോട് കാശ് വാങ്ങി ഒരാളോട് കാശ് വാങ്ങി മറ്റൊരാൾക്ക് ബിസിനസിന് കൊടുത്തു, ഇടയാളനായി. അപ്പൊ ഈ കൊടുത്ത ആൾക്ക് സക്കാത്ത് കൊടുക്കണം. ഈ ഇടയാളൻ എങ്ങനെയാണ് കൊടുത്തത്? ഇയാൾക്ക് ശതമാനം കിട്ടും കമ്മീഷൻ, അതിനൊക്കെ കൊടുത്താൽ. അത് അതിന് സംശയിക്കേണ്ടതെന്ന് വെച്ചാല് ഇവൻ ഈ ഇടയാളനായി നിൽക്കുന്ന ആള് ആദ്യത്തെ എയിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ വാങ്ങിയിട്ട് ബി എന്ത് ചെയ്തു? വാങ്ങി. ഈ ബി സിക്ക് കൊടുത്തു. ഈ എ എന്ന് പറയുന്ന ആളിൽ നിന്ന് ബി കടം വാങ്ങിയതാണോ? അല്ല. പിന്നെ ബിസിനസിന് വാങ്ങി. അപ്പൊ ഈ ബി എന്ന് പറഞ്ഞ ആള് ഇടയാളം മാത്രമാണ്, കച്ചവടത്തിൽ പങ്കാരനല്ല. ആണോ? അല്ല, അവന് കൊടുത്താൽ മറ്റേ ഇതിൽ നിന്ന് ശതമാനം ഞാൻ കിട്ടും. ഭാഗ്യശ ഉണ്ടാവില്ല, അയാളൊന്നും ചെയ്തില്ല. സഹോദരന് സക്കാത്ത് കൊടുക്കാൻ അനുവദനീയമാണ്. സഹോദരിക്ക് കൊടുക്കാം. സഹോദരിക്ക് ഭർത്താവില്ല, സഹോദരി ഇങ്ങനെ പട്ടിണിയാണ്, പ്രശ്നമാണ്, എന്നാലും കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഇവിടെ കഫീലിന്റെ അടുത്ത് നിന്നൊക്കെ മറ്റുള്ള മുൽക്കുകളിൽ നിന്ന് മേൽവാടകയ്ക്ക് നടത്തുന്നുണ്ട്. അതിന്റെ സക്കാത്തിന്റെ ആരാണ് അവകാശം? ഈ മേൽവാടകയ്ക്ക് നടത്തുക എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ അയാളിൽ നിന്ന് സാധനം കൊണ്ട് ഏറ്റെടുക്കല്ലേ. ഒരു ടീമിൽ നിന്ന് കഫീൽ നിന്നോ അറബിയിൽ നിന്നോ അല്ലാത്ത ഒരാളിൽ നിന്നോ അയാൾ എന്ത് ചെയ്യാണ്? ഈ സാധനം കണക്കൂട്ടി ഇത്ര ഉറുപ്പ്യക്ക് ഇപ്പൊ ഒരു 10,000 റിയാലിന്റെ സാധനം ഉണ്ട് അല്ലെ? അങ്ങനല്ലേ? അങ്ങനെ 10,000 റിയാലിന്റെ സാധനം ഉണ്ട്, കണക്ക് കൂട്ടിയിട്ട് ഇയാൾ ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുത്തിട്ട് ഒരു 5 കൊല്ലത്തേക്ക് നടത്താൻ വേണ്ടിട്ട് ഇയാൾ വാങ്ങുകയാണ്. 5 കൊല്ലത്തിന് ഇയാൾ എന്താ തിരിച്ചു കൊടുക്കേണ്ടത്? 10,000 റിയാലിന്റെ സാധനം അല്ലെ? അങ്ങനല്ലേ ഉണ്ടാകുക? അങ്ങനെ വരുന്ന സമയത്ത് 2 രൂപയാണ് ഇപ്പൊ ഉള്ളത്. അങ്ങനെ 2 രൂപ എന്ന് പറഞ്ഞാല് ഇവനിപ്പോ ഒരു കച്ചവട സാധനം ഒരു പീടിയ മറ്റൊരാൾക്ക് നടത്താൻ കൊടുക്കാന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടിയിട്ട് അയാൾക്ക് അങ്ങോട്ട് വായ്പ കൊടുക്കുക, സാധനം മൊത്തം കൊടുക്കുക. എന്നിട്ട് അയാൾ തിരിച്ചു തരേണ്ടത് 5 കൊല്ലം കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചിങ്ങോട്ട് തരണം. ഈ സാധനത്തിന്റെ ഈ വിലക്കുള്ള സാധനം തിരിച്ചു തരണം. അപ്പൊ ഈ സാധനം അങ്ങോട്ട് കൊടുക്കുകയാണ്, ഇവനോട്ട് വാങ്ങുകയാണ്. അപ്പൊ അത് 1-ാം കക്ഷി 2-ാം കക്ഷി കൊടുക്കുമ്പോ 2-ാം കക്ഷി കച്ചവടക്കാരനാകുകയാണ്. അപ്പൊ ആ കച്ചവടത്തിന്റെ സക്കാത്ത് 2-ാം കക്ഷി കൊടുക്കണം. 1-ാം കക്ഷിയോ? 1-ാം കക്ഷി കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കണ്ട. അതേ സമയത്ത് 1-ാം കക്ഷി കൊടുക്കേണ്ടത് എന്താണ്? 10 ലക്ഷം തിരിച്ചു കിട്ടാണ്ടല്ലോ, ഓരോ കൊല്ലം കിട്ടാണ്ടല്ലോ, കിട്ടാനുള്ള കടത്തിന്റെ സക്കാത്ത്, കിട്ടാനുള്ള പൈസന്റെ സക്കാത്ത് ഏറ്റവും. ഇനി അങ്ങനല്ല, 1-ാം കക്ഷി 2-ാം കക്ഷിക്ക് എന്താണ്? ഇനി ഇവിടെ നടത്തിക്കോ, ലാഭത്തിന്റെ ഒരു വീതം തന്നാ മതി, അത് അങ്ങോട്ട് കച്ചവടം ചെയ്യുന്നു കൊടുക്കുന്നൊന്നുമില്ല. ഈ നടത്തുന്നതിന്റെ ഒരു ലാഭത്തിന്റെ വീതം തന്നാ മതി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നടത്തിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇവൻ ഒരു പണിക്കാരനാണ്. അങ്ങനെ വരുമ്പോ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ട, വസ്ത്രത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ടി 1-ാം കക്ഷി തന്നെയാണ് കൊടുക്കേണ്ടത്. 2 രീതിയിലാണ് അത് ഉണ്ടാകുക. മാസം നിശ്ചിത എത്ര എന്ന് പറഞ്ഞ് കണക്കാക്കിയാണെങ്കിലോ അതൊരു വാടക എന്ന് കണക്കൂട്ടണം. പീടിയക്കുള്ള വാടക, പീടിയക്കും അവിടുത്തെ പിടിച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു വാടക അണപ്പറുണ്ട്. അപ്പൊ എന്താക്കണം? സക്കാത്ത് കൊടുക്കണം. ഈ സാധനം 10 ലക്ഷത്തിന്റെ സാധനം കൊടുത്തു. അപ്പൊ അത് സ്വീകരിക്കുകയും ചെയ്തു. അപ്പൊ ഈ 2-ാം കക്ഷിന്റെതാണ് കച്ചവട സാധനം. പിന്നെ കൊടുക്കുന്ന മാസ് കൊടുക്കുന്നത് ഈ പീടിയക്ക് പേരുണ്ട്, അതൊരു വാടക. ആ വീടിന്റെയും പിടിച്ചിന്റെയും മറ്റു ഈ പേരിന്റെയും കൂടെയുള്ള ഒരു വാടകയാണ് സാധനം, അത് വേറെ കൊടുക്കാം. ഹോട്ടൽ ഫീൽഡിംഗ് ആണെങ്കിൽ അത് നടക്കൂല അല്ലെ? നേരത്തെ പറഞ്ഞല്ലേ. അത് പിന്നെ കച്ചവട സ്ഥാപനത്തിൽ സ്റ്റോക്ക് എടുക്കുമ്പോ 1 ലക്ഷം റിയാലിന്റെ സാധനമാണ് സ്റ്റോക്ക്.
പിന്നെ നമ്മൾ അതിൽ മാസാന്തം ഒരു 5 ലക്ഷത്തോളം ശരിക്കും ഒരു വർഷം നമ്മൾ ലാഭം എടുത്തു പോയിട്ടുണ്ട്. അപ്പം സ്റ്റോക്കിന് കൊടുത്താൽ മതിയോ? മതി. നമ്മളിപ്പോ ഈ കച്ചവടക്കാരൊക്കെ കുറി എടുത്തിട്ടുണ്ട് അല്ലേ? കുറിക്ക് പൈസ എടുക്കലുണ്ട്, അതുപോലെ മറ്റു അങ്ങനെ മാറ്റിവെച്ച പൈസ ഉണ്ടല്ലോ. ആ മാറ്റിവെച്ച പൈസ ഈ സക്കാത്ത് കച്ചവടത്തിന്റെ പൈസ ആയിട്ട് കൂട്ടൂല. മാറ്റിവെച്ച പൈസ തന്നെ മാറ്റിവെച്ചതിന് ശേഷം ഒരു കൊല്ലം പൂർത്തിയായിട്ട് അതിന് വേറെ സക്കാത്ത് ഈ കച്ചവടത്തിലേക്ക് കൂട്ടണം. പൈസ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു, വർഷങ്ങൾ കഴിഞ്ഞു, അതിന് സക്കാത്ത് കൊടുത്തു. എങ്ങനെ ഒന്ന് പറയും. വസ്തു വാങ്ങുന്നതിന് വേണ്ടി അഡ്വാൻസ് കൊടുത്തു, അത് രേഖ ശരിയാകത്തോണ്ട് ഇതുവരെ പിന്നെ അച്ചൽക്ക് നിൽക്കണം, ഒരു വർഷം മേലായി. സക്കാത്ത് കൊടുക്കണം. കുറച്ചുകൂടി കാത്ത് കിടന്നിട്ട് എന്താകാൻ നോക്കാം. അങ്ങോട്ട് അങ്ങനെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ സക്കാത്ത് കൊടുക്കണം, അങ്ങോട്ട് പോവാണെങ്കിൽ സക്കാത്ത് കൊടുക്കണം. നമ്മൾ കടം കൊടുത്തവനും വാങ്ങിയവനും രണ്ട് കൊടുക്കണം, സക്കാത്ത് കൊടുക്കണ്ട. 1 ലക്ഷം ഇപ്പൊ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വാങ്ങിയവനും അതേപോലെ കൊടുത്തവനും ആ 1 ലക്ഷത്തിന് രണ്ടാളും കൊടുക്കണം. അതെ, 1 ലക്ഷം ഞാൻ നിങ്ങളിൽ നിന്ന് 1 ലക്ഷം രൂപ കടം വാങ്ങി. ആ കടം വാങ്ങിയിട്ട് സൂക്ഷിക്കാൻ വാങ്ങിയതല്ല, കടം വാങ്ങി. ആ 1 ലക്ഷം ഞാൻ എന്റെ മേശവൽപ്പം കൊണ്ടുപോയിട്ടു. ഒരു കൊല്ലം എന്റെ ഉടമസ്ഥതയിൽ ആ 1 ലക്ഷം ഇങ്ങനെ കഴിഞ്ഞുകൂടി. എന്നാൽ ഞാൻ എന്ത് ചെയ്യണം? ഈ 1 ലക്ഷത്തിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. എനിക്ക് വായ്പ തന്ന ആള് അയാൾ എന്ത് ചെയ്യണം? 2.5% സക്കാത്ത്. സക്കാത്തിന്റെ സംവിധാനം തന്നെ വെച്ചെന്തിനാണ്? പൈസ കെട്ടിക്കിടക്കാതെ. പണം കെട്ടിക്കിടന്നാൽ ഇവിടെ ആളുകൾക്ക് പ്രയാസമാണ്. അതിങ്ങനെ ഇല്ലാതെക്കാനാണ് സക്കാത്തിന്റെ സംവിധാനം തന്നെ വെച്ചത്. അപ്പൊ ഇവൻ ചെയ്തതൊരു ദ്രോഹമാണ്. ആ പൈസ വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവച്ചത് എന്നാലും അതിന്റെ 2% കൊടുക്കണം. മറ്റേ ആൾ ഇവന് കിട്ടാനുള്ളതായതുകൊണ്ട് അവൻ കൊടുക്കണം. ഒരു കച്ചവടത്തിൽ നമ്മൾ പിന്നെ സ്റ്റോക്ക് എടുക്കുന്ന ഏത് സമയത്തായിരിക്കണം അങ്ങനെ കണക്കുന്നുണ്ടോ? ഏത് നമ്മൾ ഒരു കൊല്ലം പൂർത്തിയാവും. ഇപ്പൊ മുഹറം 4-നാണ് കച്ചവടം പിന്നെ തുടങ്ങിയതെങ്കിൽ ആ മുഹറം 4-നാണ് സക്കാത്ത് നിർബന്ധം. അപ്പൊ ആ മുഹറം അടുത്ത മുഹറം 4-ന് ആ അടുത്ത കൊല്ലം മുഹറം 4 ആകുമ്പോഴാണ് സക്കാത്ത് കൊടുക്കുക. അത് മൊത്തം സ്വത്തിന്റെ 2.5% സക്കാത്ത് കൊടുക്കണമെന്നാണ്. അപ്പൊ ആ സമയത്താണ് സ്റ്റോക്ക് എടുക്കേണ്ടത്. അതിന്റെ സൗകര്യത്തിന് വേണ്ടി നേരത്തെ സ്റ്റോക്ക് എടുത്ത് വെക്കാം. വർഷം അനുസരിച്ചാണ് ഹിജ്റ വർഷം ലോൺ എടുത്ത് കച്ചവടം തുടങ്ങിയവൻ കടക്കാരനല്ലോ ഉസ്താദേ? കച്ചവടം തുടങ്ങിയവൻ കടക്കാരനാണ്. കടക്കാരൻ അല്ലാത്തവനൊക്കെ കച്ചവട സ്വത്തിന് സക്കാത്ത് കൊടുക്കണം. അവൻ കടക്കാരനക്ക് അവന് സക്കാത്ത് സ്വീകരിച്ചൂടെ? സ്വീകരിക്കാം, അത് വേറെ. കടക്കാരനുള്ളവർക്ക് ആർക്കും സ്വീകരിക്കാലോ. കടലുള്ളവർ കച്ചവടം തന്നെ ഒരു വരുമാന മാർഗമാണ്. ആ വരുമാന മാർഗത്തിന് വേണ്ടിയിട്ടാണ് അവൻ കച്ചവടം തുടങ്ങിയത്. അപ്പൊ അവൻ എന്ത് ചെയ്യാം? സക്കാത്ത് സ്വീകരിക്കാം. ആ കച്ചവടം കൊണ്ട് അവനെ പൂർത്തിയാകുന്നില്ലെങ്കിൽ, അവന്റെ ചെലവൊന്നും പൂർത്തിയാകുന്നില്ലെങ്കിൽ. ഒരുപാട് കച്ചവടക്കാരുണ്ട്. 10 കോടിന്റെ 20 കോടിന്റെ ഒക്കെ കച്ചവടം നടക്കുന്നില്ല, ലാഭമൊന്നും കിട്ടുന്നില്ല. അവരിങ്ങനെ കൂട്ടിയിട്ടാണ് അങ്ങേറാണ്. അങ്ങനത്തെ ആൾക്കാര് കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കുകയും വേണം. അവൻ ഫക്കീറാണ് അല്ലെ മിസ്കീനാണ് പ്രയാസമുള്ളവനാണെന്നുള്ള സക്കാത്ത് വാങ്ങുകയും ചെയ്യും. അതിന്റെ വാങ്ങിക്കൂടാന്ന് നോക്കാം. അതെ, ആ സ്റ്റോക്ക് എടുപ്പിന്റെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നത്. പിന്നെ നമ്മള് ഇപ്പം മുഹറത്തിലാണ് ഇപ്പൊ കച്ചവടം തുടങ്ങിയത്, പിറ്റേ മുഹറം ആണ് വേണ്ടത്. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് സ്റ്റോക്ക് എടുപ്പ് നടത്താറുള്ളത് നോമ്പിന് തൊട്ട് മുമ്പായിട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മൾ സ്റ്റോക്ക് എടുപ്പ് നടത്താറുണ്ട്. നമ്മൾ അതിന്റെ ബാക്കിയോട് പറയണം. നമ്മൾ സക്കാത്ത് കൊടുക്കാറുള്ളത് നോമ്പിനാണ് അല്ലെ? അതെ അതെ, കൊടുക്കുകയും നോമ്പിനാണ്. അത് അതൊരു അബദ്ധ ധാരണയാണ്. നോമ്പിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. പക്ഷെ വേറൊരു വിഷയം കിട്ടോ, സക്കാത്ത് കൊടുക്കുമ്പോ ഒരു ദിവസവും പിന്തിക്കാൻ പാടില്ല, മുന്തിക്കാന്നാണ് മസല. മുഹറത്തിലേക്ക് കാത്തിക്കാതെ എന്ത് ചെയ്യാം? റമദാനിൽ തന്നെ സക്കാത്ത് വേണമെങ്കിൽ മുന്തിച്ചു കൊടുക്കാം. അതേ സമയത്ത് ഷഅബാനിൽ സക്കാത്ത് കൊടുക്കേണ്ട സംഗതി റമദാൻ ആകട്ടെ എന്ന് പിന്തിക്കൽ ഹറാമാണ്. ശവ്വാലിൽ കൊടുക്കേണ്ട സക്കാത്ത് റമദാനിൽ നേരത്തെ കൊടുക്കൽ ഹലാലാണ്. അതേ സമയത്ത് ഷഅബാനിൽ കൊടുക്കേണ്ട സക്കാത്ത് റമദാനിലേക്ക് അങ്ങോട്ട് പിന്തിക്കൽ ഹറാമാണ്. ഹറാമെന്നാണ് പിന്തിക്കൽ. അപ്പൊ ഉസ്താദ് ബാക്കി മാസത്തിന് കൂടുതലുള്ളതിന് അപ്പൊ എന്ത് ചെയ്യാ? ആ സമയം വരുമ്പോൾ കൂടുതൽ വരികയാണെങ്കിൽ അപ്പൊ അത് കൊടുക്കേണ്ടി വരും. പൂർത്തിയായില്ല മനസ്സിലായി. നമ്മൾ കൊടുത്ത പൂർത്തിയായില്ല മനസ്സിലായി. ബാക്കിയുള്ളതിന് കൊടുത്താളാ അധ്യായി പോയാലാ പ്രശ്നം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം.
ഉസ്താദ് നമ്മുടെ നാട്ടില് പള്ളി മദ്രസ ഇങ്ങനത്തെ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് കുറി വെക്കലുണ്ടല്ലോ കമ്മിറ്റിക്കാർ. അതിന്റെ സക്കാത്ത് എങ്ങനെയാണ്? ഫസ്റ്റിലെ നറുക്ക് പള്ളിക്ക് പോവാ അല്ലെങ്കിൽ മദ്രസന പോവാ. അപ്പൊ ഈ കൊടുക്കുന്ന ആള് ഫസ്റ്റ് നറുക്ക് മുതൽ കൂട്ടിയിട്ട് കൊടുക്കണം. പോയില്ലേ? അതെ, അത് ഹദിയായിട്ട് കൊടുക്കണ്ടേ? സംഭാവനയായിട്ട് പോയി, ഞാൻ കൂട്ടിട്ടില്ല. അവിടുന്ന് അങ്ങോട്ട് കഴിച്ചിട്ട് 25,000 രൂപ വരുന്ന സമയത്ത് ആ 25 വന്നിട്ട് ഒരു കൊല്ലം പൂർത്തിയാവുമ്പോ അതിന് സക്കാത്ത് അങ്ങനെ കൊടുക്കണം. ഓക്കെ, കൊടുക്കണല്ലോ. ഇന്നിപ്പോ കട്ടാണല്ലത്. നമുക്ക് നിർത്താം. ഇനി സംശയങ്ങൾ ഒരുപാട് നാളെ നമുക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യം കുറച്ച് പറയാം. പെരുന്നാൾ നിസ്കാരവും പറയാം. കുറച്ച് സലാത്തൊക്കെ ചൊല്ലി നാളെ നമുക്ക് ദ്വാരനാട് സമാപിക്കാം.